സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡാറ്റ ലിങ്ക് ലെയറിനെ പറ്റിയിട്ടാണ് ഈ ഒരു മൊഡ്യൂള്. സോ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാറ്റ ലിങ്ക് കൺട്രോൾ, അതായത് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണല്ലേ. മെയിനായിട്ട് 3 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ. ഒന്ന് ലൈൻ ഓഫ് ഡിസിപ്ലിൻ, പിന്നെ ഒന്ന് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും. ഞാൻ പറഞ്ഞു അതിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെയധികം ക്വസ്റ്റ്യൻസ് ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. അതിൽ ഓരോന്നിനും ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കുറച്ച് ലെങ്തി ആയിരുന്നു ആ ഭാഗം. ആരെങ്കിലും ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണാം. അതൊന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സാധാരണ. അപ്പോൾ അതൊന്ന് മുകളിൽ ലിങ്കിൽ ഞാൻ കൊടുക്കാം, അതൊന്ന് പോയിട്ട് കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആക്സസ് കൺട്രോൾ ആണ്. എന്താണ് മൾട്ടിപ്പിൾ ആക്സസ് കൺട്രോളും അതിൻ്റെ 2-3 കാറ്റഗറി ഉണ്ട്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിനായിട്ട് ഫസ്റ്റ് കാറ്റഗറി മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, അത്രേ നമുക്ക് സിലബസിലുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ആക്സസ് കൺട്രോൾ എന്ന് നോക്കാം. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, മൾട്ടിപ്പിൾ ആക്സസ് അല്ലേ. മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ആക്സസിങ് കൊടുക്കുക. എന്തിലേക്കുള്ള ആക്സസ് ആണ്? അതായത് ഒരു മീഡിയത്തിലേക്ക്, ഒരു നെറ്റ്വർക്കിലെ ഒരു കണക്ഷൻ ഡിവൈസിലേക്ക്, കണക്റ്റിംഗ് മീഡിയത്തിലേക്ക് മൾട്ടിപ്പിൾ ഡിവൈസിന് പെർമിഷൻസ് കൊടുക്കുക. ആ മൾട്ടിപ്പിൾ ആക്സസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൊട്ട് സീനിയേഴ്സിൻ്റെ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്നുണ്ട്. ഷോർട്ടസ്റ്റ് ആയിട്ടും എസ് ആയിട്ടും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക. സംശയം കൊണ്ട് നമുക്ക് ചോദിച്ചിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്താ നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ ആക്സസ് കൺട്രോൾ എന്നുള്ളത്. സോ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് മൾട്ടിപ്പിൾ ആക്സസ് കൺട്രോൾ ചെയ്യുക. അതായത് ഒരു നെറ്റ്വർക്കിലെ ഒരു മീഡിയത്തിലേക്ക്, മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയർഡ് ആവാം, വയർലെസ് ആവാം, ഏത് മീഡിയം ആവും. സോ ഈ മീഡിയത്തിലേക്ക് മൾട്ടിപ്പിൾ ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പം അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസിന് ആക്സസിങ് കൊടുക്കുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യുന്നത് മെക്കാനിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ചാനൽ ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ ഈസ് നോട്ട് ഓൾവേസ് ഡെഡിക്കേറ്റഡ് ലിങ്ക്. സോ 2 ഡിവൈസുകൾ തമ്മിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാനൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താവില്ല, അതിനു വേണ്ടി മാത്രമുള്ളതാവില്ല, ഡെഡിക്കേറ്റഡ് ലിങ്ക് ആവാൻ ചാൻസ് ഇല്ല. ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ സെൻഡർ ആൻഡ് റിസീവർ യൂസിങ് ദ സെയിം ലിങ്ക്. ആ ഒരു സെയിം ലിങ്ക് കൂടെ തന്നെ എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ഡിവൈസുകൾ, ഒരു സെൻഡറും റിസീവർക്കും പകരം മൾട്ടിപ്പിൾ സെൻഡറും മൾട്ടിപ്പിൾ റിസീവറും ആ ഒരു സെയിം ചാനൽ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് ഇൻ കേസ് സെല്ലുലാർ നെറ്റ്വർക്ക് വേർ ദ ചാനൽ ഈസ് നോട്ട് ഡെഡിക്കേറ്റഡ്. നിങ്ങൾ മൊബൈൽ ഫോൺ നെറ്റ്വർക്കിൻ്റെ എടുത്ത് നോക്കുക അല്ലേ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ടാവും അവിടെ, ഇല്ലല്ലോ. നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന അതേ ചാനൽ, അതേ വയർലെസ് മെക്കാനിസം തന്നെയാണ് തൊട്ടടുത്ത ആൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവുക. സോ അവിടെ ഒരു ഷെയർഡ് ചാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഒരു ഡെഡിക്കേറ്റഡ് ചാനൽ അല്ല, അവിടെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ വെൻ യു ആർ ടാക്കിംഗ് ടു യുവർ ഫ്രണ്ട്സ്, മേ ബി സമൺ എൽസ് ഓൾസോ യൂസിങ് ദ സെയിം ചാനൽ വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്. അല്ലെ, നിങ്ങൾ സംസാരിക്കുന്ന അതേ സമയത്ത് വേറെ ആരെങ്കിലും ആ സെയിം ചാനലിൻ്റെ വേറൊരു ഭാഗം ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. സോ അവിടെ ഒരു ഡെഡിക്കേറ്റഡ് പാത്തല്ല ഉള്ളത്, ഒരു ഷെയർഡ് പാത്താണുള്ളത്. ആ ഷെയറിങ്ങും അല്ലെങ്കിൽ ആ മൾട്ടിപ്പിൾ ആക്സസിങ്ങിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ കച്ച് കേസസ് വി നീഡ് മൾട്ടിപ്പിൾ കൺട്രോൾ ആക്സസ് അല്ലേ. നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ പീപ്പിൾസിന് ഒരേ സമയത്ത് ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യുകയും വേണം. അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൊത്തം ഡാറ്റ കൊളൈഡ് ചെയ്തിട്ട് അത് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്, ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഡാമേജ് ഇല്ലാതെ മൾട്ടിപ്പിൾ പീപ്പിൾസ് സെയിം നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ സെയിം മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള കൺട്രോളിങ്, അതെങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ കൺസിഡർ ദ ഡാറ്റ ലിങ്ക് ലെയർ ആസ് 2 സബ് ലെയർ. നമുക്ക് ഡാറ്റ ലിങ്ക് ലെയറിനെ 2 സബ് ലെയർ ആക്കി തരാം. ഒന്ന് അപ്പർ ലെയറും പിന്നെ ഒന്ന് ലോവർ ലെയറും. അപ്പർ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡാറ്റ ലിങ്ക് കൺട്രോൾ. അപ്പർ ലെയർ എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് കൺട്രോളിന് റെസ്പോൺസിബിൾ ആണ്. ആൻഡ് ലോവർ ലെയർ എന്തിൻ്റെ കൺട്രോളാണ്, റിസോൾവിങ് ആക്സസ് ടു ദി ഷെയർഡ് മീഡിയ അല്ലേ. അതായത് നമ്മളിപ്പം പറയുന്ന മൾട്ടിപ്പിൾ കൺട്രോൾ ആക്സസ് ചെയ്യുന്ന ആരാണ്, ലോവർ ലെയർ ആണ്. സോ ഏതൊക്കെ ഡിവൈസിന് എപ്പോഴൊക്കെ ഈ മീഡിയത്തിലേക്ക് കൺട്രോൾ കൊടുക്കണം അല്ലെങ്കിൽ ആക്സസിങ് കൺട്രോൾ കൊടുക്കണം എന്നുള്ളതിനൊക്കെ റിസോൾവ് ചെയ്യുന്ന ആരാണ്, ഈ ലോവർ സബ് ലെയർ ആണ്. സോ ലോവർ സബ് ലെയർ ഓഫ് നെറ്റ്വർക്ക് ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, സോ ദസ് protocols are required for sharing data on a non-dedicated channel. Multiple access protocol can subdivide further. So നമ്മൾ ഈ കൊടുക്കുന്ന ഡെഡിക്കേറ്റഡ് ലിങ്ക് അല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ മൾട്ടിപ്പിൾ ആക്സസിങ് ഉള്ളതുകൊണ്ട് തന്നെ ആ ആക്സസിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് വേണം, ഒരു പ്രോട്ടോക്കോൾ ആവശ്യമുണ്ട്. ആ പ്രോട്ടോക്കോൾസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മാക്കിനെ മൾട്ടിപ്പിൾ ആക്സസ് കൺട്രോൾ നമുക്ക് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറി. മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോൾസ് ഇൻ ടു first one random access protocol, second one controlled access protocol, and third one channelized protocol.
ഇങ്ങനെ 3 മെയിൻ കാറ്റഗറി ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ റാൻഡം ആക്സസ് കൺട്രോൾ കോഡിൽ അലോഹയിൽ തന്നെ പ്യുവർ അലോഹയും സ്ലോട്ടഡ് അലോഹയും ഉണ്ട്. ദെൻ CSMA കരിയർ സെൻസിംഗ് മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയും. CSMA CD കരിയർ സെൻസിംഗ് മൾട്ടിപ്പിൾ ആക്സസ് കൊളിഷൻ ഡിറ്റക്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ദെൻ CSMA CA കരിയർ സെൻസിംഗ് മൾട്ടിപ്പിൾ ആക്സസ് കൊളിഷൻ അവോയ്ഡൻസ്. ഇങ്ങനെ 4 സബ് കാറ്റഗറി ഉണ്ട് റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ. സോ ഈ ഒരു ഭാഗത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ മെയിൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ മെജോറിറ്റി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സിലബസ് ഉള്ളത് ഈ റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിനെ പറ്റിയിട്ടാണ്. റാൻഡം ആണ് അവിടെ അല്ലേ, പേര് തന്നെ ഉണ്ട്, റാൻഡം ആക്സസ് ആണ്. അതിലുള്ള ഈ അലോഹ, CSMA CD, CSMA CA ഒക്കെ സ്ഥിരമായിട്ട് എക്സാം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് എങ്ങാണ്ടും ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമുണ്ട്. അത് ഷോർട്ട് എസ്സേയും എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കമ്പാരിസൺ ചോദിക്കാറുണ്ട് ഈ ഡിഫറെൻറ്റ് മെത്തേഡ്സ് തമ്മിലുള്ള. അപ്പോൾ അത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഈ രണ്ടാമത്തെ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, നമുക്ക് ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഫോക്കസ് ഈ റാൻഡം ആക്സസ് പ്രോട്ടോക്കോളാണ് നമ്മുടെ സിലബസിൽ. ദെൻ മൂന്നാമത്തത് ചാനലൈസ്ഡ് പ്രോട്ടോക്കോളിൽ FDMA, TDMA, CDMA എന്നൊക്കെ ഉണ്ട്. FDM എന്നാൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. TDMA ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. CDMA കൊളിഷൻ ഡിറ്റക്ഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഓക്കെ, സോ ഈ 3 എണ്ണത്തിൻ്റെയും നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ ആയിട്ട് റാൻഡം ആക്സസ് പ്രോട്ടോക്കോളും ദെൻ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ മാത്രമേ നമുക്ക് സിലബസിലുള്ളൂ. സോ നമുക്ക് എന്താണ് റാൻഡം ആക്സസ് പ്രോട്ടോക്കോളും അതിലെ ഈ 4 കാറ്റഗറീസിനെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം തന്നെ റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഉണ്ടല്ലേ റാൻഡം ആക്സസ്, റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യുക, അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾസ് ആണ് പറയുന്നത്. സോ ഇൻ ദിസ് ഓൾ സ്റ്റേഷൻ ഹാവ് സെയിം പ്രയോറിറ്റി, ദാറ്റ് ഈസ് നോ സ്റ്റേഷൻ ഹാസ് മോർ പ്രയോറിറ്റി ദാൻ എനി അതർ. ഇവിടെ ഉള്ള എല്ലാ സ്റ്റേഷനും, ഒരു ചാനലിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റേഷനും സെയിം പ്രയോറിറ്റിയാണ്. അവിടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് അപ്പർ പ്രയോറിറ്റിയും ലോവർ പ്രയോറിറ്റി ഒന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ പ്രയോറിറ്റിയാണ് ഈ റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിൽ ഉള്ളത്. എനി സ്റ്റേഷൻ ക്യാൻ സെൻഡ് ഡാറ്റ ഡിപ്പെൻഡിങ് ഓൺ മീഡിയം സ്റ്റേറ്റ്, ഐഡിൽ ഓർ ബിസി. ഇറ്റ് ഹാസ് 2 ഫീച്ചേഴ്സ്. സോ ഈ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഡിവൈസിനും ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് അറ്റ് എനി ടൈം. ഒരു കണ്ടീഷൻ ഉണ്ട്, വെദർ ദ മീഡിയത്തിൻ്റെ സ്റ്റേറ്റും കൂടെ നമ്മൾ നോക്കണം അറ്റ് എ പെർട്ടിക്കുലർ ടൈമിൽ. അത് ഐഡിലാണോ ബിസി ആണോ. ബിസി ആണെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല, ഐഡിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഹാസ് 2 ഫീച്ചേഴ്സ്, 2 ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന്, ദർ ഈസ് നോ ഫിക്സഡ് ടൈം ഫോർ സെൻഡിങ് ഡാറ്റ. ഇവിടെ നമുക്കെന്തില്ല, ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഫിക്സഡ് ടൈമും കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ ആണെങ്കിൽ അതിന് ഡാറ്റ ഉപയോഗിച്ച് അല്ലെങ്കിൽ മീൻസ് മീഡിയം ഉപയോഗിച്ച് സെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തത്, ദർ ഈസ് നോ ഫിക്സഡ് സീക്വൻസ് ഓഫ് സ്റ്റേഷൻ സെൻഡിങ് ഡാറ്റ. നമുക്ക് ഒരുപാട് ഡിവൈസുകൾ നമ്മളെ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ആദ്യം സെൻഡ് ചെയ്യണം, രണ്ടാമത് പോകണം, ഇങ്ങനെ സീക്വൻസ് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. സോ 2 മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളത്. ഒന്ന്, ദർ ഈസ് നോ ഫിക്സഡ് ടൈം ഫോർ സെൻഡിങ് ഡാറ്റ. രണ്ടാമത്തത്, ദർ ഈസ് നോ ഫിക്സഡ് സീക്വൻസ് ഓഫ് സെൻഡിങ് സ്റ്റേഷൻസ് ഇൻ ഡാറ്റ. ഓക്കെ, ദ റാൻഡം ആക്സസ് പ്രോട്ടോകോൾ ആർ ഫർദർ സബ് ഡിവൈഡഡ് ആസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലോഹയിൽ 2 കാറ്റഗറി ഉണ്ട്, പ്യുവർ അലോഹയും സ്ലോട്ടഡ് അലോഹയും. എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. ഓക്കെ, കമ്പാരിസൺ ഒക്കെ ചോദിക്കാറുണ്ട്, 1 വേർഡ് എങ്കിലും ചോദിക്കാറുണ്ട് ഇതിന് ചില ഭാഗങ്ങൾ. ഓക്കെ, രണ്ടാമത്തത് CSMA കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്. CSMA CD കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളിഷൻ ഡിറ്റക്ഷൻ. CSMA CA കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളിഷൻ അവോയ്ഡൻസ്. സോ ഈ 4 നിങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞ എക്സാമിന് CSMA CD, CSMA CA ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ് ഈ ഭാഗത്തുനിന്ന്, ഒരു 80% ഷുവറാണ്, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഒരു ഭാഗത്തുനിന്ന് ഷുവറാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിലെ ഈ ഓരോ പ്രോട്ടോക്കോൾസും നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അലോഹയാണ്. ഇറ്റ് വാസ് ഡിസൈൻ ഫോർ വയർലെസ് LAN ബട്ട് ഓൾസോ ആപ്ലിക്കബിൾ ഫോർ ഷെയർഡ് മീഡിയം. ഇത് മെയിൻലി വയർലെസ് LAN കണക്ഷന് വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടോക്കോൾ ഉള്ളതെങ്കിലും നമ്മുടെ ഷെയർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വയർഡ് മീഡിയത്തിലും ഈ പ്രോട്ടോക്കോൾ ആപ്ലിക്കബിൾ ആണ്. ഇൻ ദിസ് മൾട്ടിപ്പിൾ സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് ദ സെയിം ടൈം ആൻഡ് ക്യാൻ ഹെൻസ് ലീഡ് ടു കൊളിഷൻ ആൻഡ് ഡാറ്റ ബീങ് ഗാർബിൾഡ്. ഇവിടെ നമുക്ക് പറഞ്ഞു മൾട്ടിപ്പിൾ സ്റ്റേഷൻസ്, ഇവിടെ പ്രയോറിറ്റിയും കാര്യങ്ങളൊന്നുമില്ല ആർക്കും സെൻഡ് ചെയ്യാന്നുള്ളത്, ഏത് സമയത്തും ആർക്കും സെൻഡ് ചെയ്യാം. സോ ഒരേ സമയത്ത് തന്നെ ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ പറഞ്ഞത്, മൾട്ടിപ്പിൾ സ്റ്റേഷൻസിന് ഒരേ സമയത്ത് സെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഡാറ്റ കൊളൈഡ് ചെയ്യും, കാരണം ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. ആ ഡാറ്റ കൊളൈഡ് ചെയ്തിട്ട് അതിന് ഡാറ്റ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ വേർഷൻസ് ഓഫ് അലോഹ, പ്യുവർ അലോഹയും സ്ലോട്ടഡ് അലോഹയും. എന്താണ് പ്യുവർ അലോഹയും, എന്താണ് സ്ലോട്ടഡ് അലോഹയും നമുക്കൊന്ന് നോക്കാം. ആദ്യം പ്യുവർ അലോഹയിലേക്ക് പോകാം. It allows the station to transmit data at any time whenever they want.
സോ ഇവിടെ സമയത്തിലോ ഒന്നിലും നമ്മൾ ചെറിയൊരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. എപ്പോഴാണോ ഒരു ഡിവൈസിന് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളത് അത് ജസ്റ്റ് ആ ചാനൽ ചെക്ക് ചെയ്യും, അത് ബിസി ആണോ ഐഡിലാണോ നോക്കും. ഐഡിലാണെങ്കിൽ ആ സമയത്ത് അതിന് സെൻഡ് ചെയ്യാം. അതിൽ വേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. എനി ടൈം ദേ ക്യാൻ സെൻഡ് ഡാറ്റ. വെൻ കണ്ടീഷൻ ഉണ്ട്, ആ ചാനൽ എന്തായിരിക്കണം, അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിരിക്കണം. ആഫ്റ്റർ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ സ്റ്റേഷൻ വെയിറ്റ് ഫോർ സം ടൈം. സോ ഒരു ഡാറ്റ ഒരു സെൻറ്റർ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്യും. അതായത് റിസൾട്ട് തന്നെ അത് എത്തിയിട്ടുണ്ടോ, സക്സസ്ഫുള്ളി റീച്ച് ചെയ്തോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യും. ദെൻ ഫോളോയിങ് 2 കേസസ് ആർ പോസിബിൾ അല്ലേ. അത് ഒരു ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ 2 പോസിബിലിറ്റികളോ, ഒന്നെങ്കിൽ ഡാമേജ് ആവും, ഡാറ്റ ഡാമേജ് ആയി പോകും, രണ്ടാമത് ഡാറ്റ സക്സസ് ആയിട്ട് എത്താൻ ചാൻസ് ഉണ്ട്. സോ ആ കേസാണ് ഇവിടെ പറഞ്ഞത്. കേസ് 1, ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ റിസീവ് ആൻ അക്നോളജ്മെന്റ് ഫ്രം ദ റിസീവിംഗ് സ്റ്റേഷൻ. അതായത് ഡാറ്റ സക്സസ്ഫുള്ളി എത്തി എന്ന് പറഞ്ഞിട്ട് റിസീവർ സെൻഡർക്ക് ഒരു acknowledgement അയക്കുക. അതാണ് കേസ് 1. ഇൻ ദിസ് കേസ് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ അസ്യൂം ദാറ്റ് ട്രാൻസ്മിഷൻ ഈസ് സക്സസ്ഫുൾ. അത് സക്സസ് ആണെന്ന് അസ്യൂം ചെയ്യും. കേസ് 2 എന്താണ് പ്യൂറലോയിൽ? ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ ഡസ് നോട്ട് റിസീവ് എനി അക്നോളജ്മെന്റ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രം ദ റിസീവിംഗ് സ്റ്റേഷൻ. ഒരു പെർട്ടിക്കുലർ സമയം വരെ ഈ സ്റ്റേഷൻ കാത്തുനിന്നു, അതിനുശേഷവും ഒരു അക്നോളജ്മെന്റും വന്നിട്ടില്ല. അതാണ് രണ്ടാമത്തെ കേസ്. ഇൻ ദിസ് കേസ് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ അസ്യൂം ദാറ്റ് ട്രാൻസ്മിഷൻ ഈസ് അൺസക്സസ്ഫുൾ. സോ ഈ കേസിൽ സെൻഡർ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും ഈ സെൻഡ് ചെയ്ത ഡാറ്റ അൺസക്സസ്ഫുൾ ആണ്, അത് ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യും. സോ അങ്ങനെ കൊളൈഡ് ആയി പോയി അല്ലെങ്കിൽ ഡാമേജ് ആണെന്നുള്ളതാണ് റിസൾട്ട് എങ്കിൽ കേസ് 2 ആണെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ യൂസ് എ ബാക്ക് ഓഫ് സ്ട്രാറ്റജി ആൻഡ് വെയിറ്റ് ഫോർ സം റാൻഡം എമൗണ്ട് ഓഫ് ടൈം. അത് കുറച്ച് നേരം കൂടെ അതവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം, ഇതിൻ്റെ ബാക്ക് ഓഫ് ടൈം എന്ന് പറയും, ബാക്ക് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയും. ആഫ്റ്റർ ബാക്ക് ഓഫ് ടൈം ഇറ്റ് റീട്രാൻസ്മിറ്റ് ദ ഡാറ്റ പാക്കറ്റ് അഗെയിൻ. സോ ആ ഒരു പെർട്ടിക്കുലർ സമയം കൂടെ അത് വെയിറ്റ് ചെയ്തിട്ട് ആ ഡാറ്റ ഒന്നും കൂടെ റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. ഇറ്റ് കീപ് ട്രൈയിങ് അണ്ടിൽ ദ ബാക്ക് ഓഫ് ലിമിറ്റ് ഈസ് റീച്ച്ഡ് ആഫ്റ്റർ വിച്ച് ഇറ്റ് അബൌട്ട് ദ ട്രെയിൻ. സോ ഈ ഒരു പ്രൊസീജിയർ, അതായത് സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ, മീൻസ് അക്നോളജ്മെന്റ് എത്തുന്നില്ലെങ്കിൽ, അൺസക്സസ്ഫുൾ ആണെങ്കിൽ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്യും, പിന്നെയും വെയിറ്റ് ചെയ്യും, പിന്നെയും റീട്രാൻസ്മിറ്റ് ചെയ്യാം, അത് ലോസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര നേരം പോകും. ഒരു ബാക്ക് ഓഫ് ലിമിറ്റ് ഉണ്ട്. അതായത് എത്ര പ്രാവശ്യം നമുക്കത് റിപ്പീറ്റ് ചെയ്ത് അയക്കണം എന്നുള്ളതിൻ്റെ, റീട്രാൻസ്മിഷൻ എത്ര പ്രാവശ്യം എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നവരെ ഈ ഒരു പ്രോസസ്സ് റീട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. ആ ലിമിറ്റ് എക്സീഡ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മുടെ ആ പ്രോസസ്സ് റീട്രാൻസ്മിഷൻ പ്രോസസ്സ് അവിടെ അബോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ പാക്കറ്റ് അയക്കുന്നത് നമ്മൾ അബോർട്ട് ചെയ്യും, ആ മിഷൻ ഒഴിവാക്കും. ഓക്കെ, സോ ഇതാണ് കേസ് 2. സോ എഫിഷ്യൻസി ഓഫ് പ്യൂർ അലോഹ ഈസ് G × e⁻⁻2G ആണ്. ചിലപ്പോൾ 1 ബിറ്റ് ചോദിക്കാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതിൻ്റെ നമ്പറും പറയാറുണ്ട്. വേർ G ഈസ് ദി നമ്പർ ഓഫ് സ്റ്റേഷൻ വില്ലിംഗ് ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ. ആ മീഡിയത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റേഷൻ്റെ എണ്ണമാണ് അറ്റ് എ പർട്ടിക്കുലർ ടൈമിൽ വില്ലിംഗ് ആയിട്ടുള്ള, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റേഷൻ്റെ എണ്ണമാണ് G. സോ മാക്സിമം എഫിഷ്യൻസി ഇൻ പ്യൂർ അലോഹ ഈസ് 18.4%. സോ ഈ ഒരു വാദനം 1 വേർഡ് ചോദിക്കാറുണ്ട്, മാക്സിമം എഫിഷ്യൻസി ഓഫ് പ്യൂർ അലോഹ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ രണ്ടാമത്തെ പ്യൂർ അലോഹയിൽ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ട് ഓഫ് പ്യൂർ അലോഹ, എങ്ങനെയാണ് പ്യൂർ അലോഹ വർക്ക് ചെയ്യുന്നുള്ളതൊരു ഒരു ഫ്ലോ ചാർട്ട് മെക്കാനിസം ഒന്നുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ട്, സെറ്റ് ബാക്ക് ഓഫ് ടു 0, അതായത് നമ്മൾ സമയം 0 ആക്കി വെച്ചു അല്ലേ. സെൻഡ് ദ ഡാറ്റ, നമ്മൾ ഡാറ്റ പാക്കറ്റ് അയക്കുന്നു, അത് വെയിറ്റ് ചെയ്യുന്നു. എന്തിനാണ് വേണ്ടിയാണ് വെയിറ്റ്, നേരത്തെ പറഞ്ഞു, അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ വെയിറ്റ് ചെയ്യുന്നു. റിസീവിങ് അക്നോളജ്മെന്റ് റിസീവ് ചെയ്തു, സക്സസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യെസ് ആണെങ്കിൽ അത് സക്സസ്, ഡാറ്റ അവിടെ എത്തി കഴിഞ്ഞു അവിടെ. ഇനി അക്നോളജ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെന്റ് ആണെങ്കിൽ, നോ ആണെങ്കിൽ ഇൻക്രിമെന്റ് ബാക്ക് ഓഫ് ടൈം നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. സോ റീച്ച് ലിമിറ്റ്, അതായത് നേരത്തെ പറഞ്ഞു ഒരു ബാക്ക് ഓഫ് ടൈം നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു സെറ്റ് ഓഫ് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റാണ് ഇവിടെ നോക്കുന്നത്. ലിമിറ്റ് എത്തിയോ നോക്കും, റീട്രാൻസ്മിഷൻ്റെ ലിമിറ്റ് എത്തിയിട്ടുണ്ടോ നോക്കും. എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അബോർട്ട് ചെയ്യും. അതായത് ഇത്ര പ്രാവശ്യം 5 പ്രാവശ്യം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ, ഇത് 6ാമത്തെ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് അബോർട്ട് ചെയ്യും. അതല്ല ഈ ലിമിറ്റ് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്ക് ഓഫ് ടൈം നമ്മൾ സെറ്റ് ചെയ്യും. ഇത്ര സമയം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യും, കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ആ ഡാറ്റ പിന്നെയും അയക്കും, വെയിറ്റ് ചെയ്യും. അക്നോളജ്മെന്റ് കിട്ടിയാൽ സക്സസ്, അല്ലെങ്കിൽ അഗെയിൻ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള, റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഏത് വരെ നടക്കും, ഇപ്പം സക്സസ് ആവുന്നത് വരെ നടക്കുമെന്നെങ്കിൽ, ഡാറ്റ അക്നോളജ്മെന്റ് കിട്ടി സക്സസ് ആയാൽ ഓക്കെ, അല്ലെങ്കിൽ ഈ ബാക്ക് ഓഫ് ടൈം അല്ലെങ്കിൽ ലിമിറ്റ് എക്സീഡ് ചെയ്താലും അത് അബോർട്ട് ചെയ്തിട്ടാണ് ട്രാൻസ്മിഷൻ ഒഴിവാക്കും. സോ ഇതാണ് പ്യൂർ അലോഹിൻ്റെ ഓവറോൾ വർക്കിംഗ് ഒരു സിമ്പിൾ ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് പ്യൂർ അലോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തെ അലോഹയിൽ രണ്ടാമത്തെ ടൈപ്പാണ് സ്ലോട്ടഡ് അലോഹ. പേരിൽ നോക്കുക നിങ്ങൾ, സ്ലോട്ടഡ്, ഒരു സ്ലോട്ട് കൊടുക്കുക, മീൻസ് ടൈം സ്ലോട്ടാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ,
Slotted aloha divide the time of sharing channel into discrete interval called as time slot. ഇവിടെ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ ചാനലിൽ നമ്മളുള്ള മൊത്തം ടൈമിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ ടൈം സ്ലോട്ടാക്കി മാറ്റും. ഓക്കെ, മുഴുവൻ സമയത്തെയും നമ്മളിപ്പം ഡിവൈഡ് ചെയ്തിട്ട് ടൈം സ്ലോട്ടാക്കി മാറ്റുന്നുണ്ട് ഇവിടെ സ്ലോട്ടഡ് അലോഹയിൽ. ഓക്കെ, എനി സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് എനി ടൈം സ്ലോട്ട്. സോ ഏത് സ്റ്റേഷൻ, ഇവിടെ നേരത്തെ പറഞ്ഞു ഈ അലോഹയിൽ എന്തില്ല, ഒരു പ്രയോറിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഏത് സ്റ്റേഷനും ഏത് ടൈം സ്ലോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ദ ഓൺലി കണ്ടീഷൻ ഈസ് ദാറ്റ് സ്റ്റേഷൻ മസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് ട്രാൻസ്മിഷൻ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ടൈം സ്ലോട്ട്. സോ ടൈം സ്ലോട്ട് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ട്രാൻസ്മിഷൻ നടക്കണം. അല്ലാണ്ട് ടൈം സ്ലോട്ട് തുടങ്ങി പകുതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റേഷന് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമേ ഇവിടെ കണ്ടീഷൻ ഉള്ളൂ. ഏത് ടൈമിലും ആർക്കും സെൻഡ് ചെയ്യാം, പക്ഷേ ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിൽ വേണം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. അതാണ് ഇവിടുത്തെ ആകെ കണ്ടീഷൻ. If the beginning of the slot is missed, then the station has to wait until the beginning of the next time slot. So ആ ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ടൈം സ്ലോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ടൈം സ്ലോട്ടിൻ്റെ മിഡിലിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിവൈസിന് അല്ലെങ്കിൽ ഒരു സ്റ്റേഷന് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റില്ല. A collision may occur if two or more stations try to transmit data at the beginning of the സെയിം ടൈം സ്ലോട്ട്. സോ ഇവിടെയും കൊളിഷന് ചാൻസ് ഉണ്ട്. എപ്പോഴും ഒരേ ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ രണ്ട് ഡാറ്റയും കൂടെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റേഷൻസ് ഒരേ സമയത്ത് ഡാറ്റ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ. എന്നാലും ഇവിടെ എന്താണ്, കൊളിഷൻ്റെ അളവ് കുറവായിരിക്കും. കാരണം ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിലായാലും മാത്രമേ ഡാറ്റ അയക്കാൻ പറ്റുള്ളൂ. സോ അവിടെ തന്നെ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് ചെറുതായിട്ട്. മറ്റത് പ്യുർ അലോയിൽ എന്തായിരുന്നു, ഏത് സമയത്തും ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ അവിടെ കുറച്ചും കൂടെ കൊളിഷൻ ചാൻസ് കൂടുതലാണ് പ്യുർ അലോയിൽ. സോ സ്ലോട്ടഡ് അലോയിൽ കുറച്ച് സ്ലോട്ട് മീൻസ് കൊളിഷൻ്റെ ചാൻസ് കുറച്ച് കുറവാണ്. എന്നാലും കൊളിഷൻസ് ഉണ്ട്. അതായത് ഒരേ സമയത്ത് ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിൽ, ഒരേ ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ രണ്ടോ അതിലധികമോ സ്റ്റേഷൻസ് ഡാറ്റ സെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ കൊളിഷൻസ് ഉണ്ടാവും. സോ എഫിഷ്യൻസി ഓഫ് അലോഹ ജി ഇൻറ്റു ഇ പവർ മൈനസ് ജി ആണ്. സോ ഇവിടെ നേരത്തെ -2g ആയിരുന്നു പ്യുർ അലോയിലെ കേസിൽ, ഇവിടെ ജി ഇൻറ്റു ഇ പവർ മൈനസ് ജി ആണ്. സോ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. സോ ജി ഈസ് ദ നമ്പർ ഓഫ് സ്റ്റേഷൻ വില്ലിംഗ് ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ. സോ മാക്സിമം എഫിഷ്യൻസി ഓഫ് ദ സ്ലോട്ടഡ് അലോഹ 36.8, ഏകദേശം 2 times എഫിഷ്യൻസി കൂടുതലാണ് എന്തിന്, സ്ലോട്ടഡ് അലോഹ ആയപ്പോൾ. അവിടെ കൊളിഷൻസിൻ്റെ ചാൻസ് കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചാൻസ് കൂടിയത്, എഫിഷ്യൻസി കൂടിയത്. ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് ദി അലോഹ ഈസ് ഹൈ ഡ്യൂ ടു ലെസ് നമ്പർ ഓഫ് കൊളിഷൻ. ഇവിടെ കൊളിഷൻ്റെ എണ്ണം കുറവാണ് കമ്പാരിറ്റീവ്ലി ടു പ്യുർ അലോഹ. ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്യുർ അലോഹ ആൻഡ് സ്ലോട്ടഡ് അലോഹ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരു ടാബുലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. പ്യുർ അലോഹ എനി സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ എനി ടൈം, എനി ടൈമിൽ ഡാറ്റ ഒക്കെ അയക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്തുണ്ട്, എനി സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് ദ ബിഗിനിങ് ഓഫ് എനി ടൈം സ്ലോട്ട്. സോ അവിടെ കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. എപ്പോഴും അയക്കാൻ പറ്റില്ല സ്ലോട്ടഡ് അലോയിൽ, ഒരു ടൈം സ്ലോട്ടിൻ്റെ ബിഗിനിങ്ങിൽ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അത് ആർക്കും അയക്കാം. ഓക്കെ, ദ ടൈം ഈസ് കണ്ടിന്യൂസ് ആൻഡ് നോട്ട് ഗ്ലോബലി സിങ്ക്രണൈസ്ഡ്. ഇവിടെ ടൈം കണ്ടിന്യൂസ് ആണ്, പ്യുർ സിങ്ക്രണൈസേഷൻ ഒന്നുമില്ല. ബട്ട് ഇൻ സ്ലോട്ടഡ് അലോഹ ടൈം ഈസ് ഡിസ്ക്രീറ്റ്, നമ്മൾ സ്ലോട്ടാക്കി മാറ്റിയിട്ടുണ്ട് ഓൾറെഡി അല്ലേ, ആൻഡ് ഗ്ലോബലി സിങ്ക്രണൈസ്ഡ്. വൾണറബിൾ ടൈം ഇൻ വിച്ച് കൊളിഷൻ മേ ഒക്കർ 2 into TT, 2 times ആണ് അതിൻ്റെ കൊളിഷൻ്റെ ചാൻസ് ആണ്. ആൻഡ് ഇതിൽ സ്ലോട്ടഡ് അലോഹ ടി മാത്രമേ ഉള്ളൂ അല്ലേ, അതായത് പകുതിയായിട്ട് കൊളിഷൻ്റെ ചാൻസ് കുറഞ്ഞു. പ്രോബിലിറ്റി ഓഫ് സക്സസ്ഫുൾ ട്രാൻസ്മിഷൻ ഓഫ് ദ ഡാറ്റ പാക്കറ്റ് മീൻസ് നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻസി ജി ഇൻറ്റു ഇ പവർ -2g ആണ് പ്യുർ അലോഹയിൽ. അതേ സ്ഥാനത്ത് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ജി ഇൻറ്റു ഇ പവർ -g ആണ്. സോ ഇവിടെ 2 എന്നുള്ള നമ്പറിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. ഓക്കെ, അത് ഈ കൊളിഷൻ്റെ എണ്ണത്തിലുള്ള കുറവുണ്ടാണ്. ദ മാക്സിമം എഫിഷ്യൻസി 18.4 അറ്റ് ഒക്കർ അറ്റ് ജി ഈക്വൽ ടു 1/2 എന്നുള്ള സമയത്ത് മാക്സിമം 18.4 എഫിഷ്യൻസി വരും. ആൻഡ് മാക്സിമം എഫിഷ്യൻസി ഇൻ സ്ലോട്ടഡ് അലോഹ 36.8 ഓൾറെഡി നമ്മൾ പറഞ്ഞു, വെൻ ജി ഈക്വൽ ടു 1. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പ്യുർ അലോഹ ഈസ് സിംപ്ലിസിറ്റി ഇൻ ഇംപ്ലിമെൻറ്റേഷൻ. സോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് പ്യുർ അലോഹ. ബട്ട് the main advantage of slotted alloy is that it reduces the number of collision to half and double the efficiency of pure alloy. നമുക്ക് കാണാം ആ കൊളിഷൻ ഹാഫ് ആക്കി കുറച്ചിട്ടുണ്ട്, അതേപോലെ എഫിഷ്യൻസി ഡബിൾ ആക്കിയിട്ടുണ്ട് സ്ലോട്ടഡ് അലോഹ. സോ ഇതാണ് എൻ്റയർലി അലോഹയെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്, ഏതെങ്കിലും 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ,
സോ റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിൽ രണ്ടാമത്തെ പ്രോട്ടോക്കോളാണ് CSMA. CSMA ഫുൾ ഫോം കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്. ചിലപ്പം ഈ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. CSMA CA എന്താണ്, CSMA CD എന്താണുള്ളത്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് ആണ് CSMA എന്ന് പറഞ്ഞാൽ. അതിൽ CADയും CAയും നമ്മൾ ആഡ് ചെയ്യും. CD തന്നെ കൊളിഷൻ ഡിറ്റക്ഷൻ ആണ്, CA തന്നെ കൊളിഷൻ അവോയ്ഡൻസ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് CSMA നോക്കാം നമുക്ക്. ഇറ്റ് എൻഷുർ fewer collision as the station required to first sense the medium for idle or busy before transmitting data. ഈ പേര് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് ആണ്. കാരിയർ സെൻസ്, അവിടെ നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. കാരിയർ അതായത് മീഡിയം നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സെൻസ് ചെയ്യും. അത് ഐഡിലാണോ ബിസി ആണോ അറിയാൻ വേണ്ടിയിട്ട്. ഐഡിലാണെങ്കിൽ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യും, ബിസി ആണെങ്കിൽ നമ്മൾ പാക്കറ്റ് സെൻഡ് ചെയ്യില്ല. അതാണ് കണ്ടീഷൻ. സോ കാരിയർ സെൻസ് അതായത് നമ്മൾ അയക്കാൻ പോകുന്ന മീഡിയത്തിനെ എപ്പോഴും സെൻഡർ എന്ത് ചെയ്യും, സെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ഡാറ്റ അയക്കുന്നുള്ളൂ. If it is ideal, then it send data. Otherwise, it wait till the channel become ideal. However, there is still a chance of collision CSMA due to propagation delay. എന്നിരുന്നാലും അവിടെ കൊളീഷന് ചാൻസ് ഉണ്ട് ഡ്യൂ ടു പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ സ്റ്റേഷൻ എ വാണ്ട് ടു സെൻഡ് ഡാറ്റ, ഇറ്റ് ഫസ്റ്റ് സെൻസ് ദ മീഡിയം അല്ലേ. ഇപ്പം എയും ബിയും രണ്ട് ഡിവൈസ് ഒരു മീഡിയത്തിലേക്ക് കണ്ടു ചെയ്തിട്ടുണ്ട്. എ എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റ അയക്കാനുണ്ട്. ഓക്കെ, സോ അത് ആദ്യം എന്ത് ചെയ്യും, ആ മീഡിയം സെൻസ് ചെയ്യും. അതിൽ ഓൾറെഡി ആരെങ്കിലും സെൻഡ് ചെയ്യുന്നുണ്ടോ അല്ലയോ സെൻസ് ചെയ്യും. ഓക്കെ, ഇഫ് ഇറ്റ് ഫൈൻഡ് ചാനൽ ഐഡിയൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് സെൻഡിങ് ഡാറ്റ. അപ്പം എ ടെസ്റ്റ് ചെയ്തപ്പം, ചാനൽ സെൻസ് ചെയ്തപ്പം അവിടെ ഡാറ്റ ഒന്നും ആരും അയക്കുന്നില്ല. സോ ഐഡിയലായിരുന്നു ചാനൽ. അപ്പം എ എന്ത് ചെയ്യും, ഓക്കെ എന്നാൽ ഡാറ്റ അയക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഡാറ്റ അയക്കാൻ നോക്കുന്നു, സെൻഡിങ് ഡാറ്റ. ഹവർ ബൈ ദ ടൈം ഫസ്റ്റ് ബിറ്റ് ഓഫ് ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ്, നമ്മൾ എൻ്റെ ഫസ്റ്റ് ബിറ്റ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം അവിടെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവും അല്ലേ. അതായത് എ സെൻസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി, അത് പിന്നെ വേണം സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും, ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അതാണ് പ്രൊപ്പഗേഷൻ ഡിലേ. ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേൻ്റെ സമയത്ത് എ സെൻസ് ചെയ്തതിന് ശേഷം, ഫ്രീ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ബി വന്ന് സെൻസ് ചെയ്യാണ്. ഓക്കെ, ബി റിക്വസ്റ്റ് ടു സെൻഡ് ഡാറ്റ ആൻഡ് സെൻസ് ദ മീഡിയം. അതായത് എ സെൻസ് ചെയ്തപ്പം ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എ വിചാരിച്ചു ഓക്കെ എനിക്ക് സെൻഡ് ചെയ്യാനുണ്ട്. എ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എടുക്കുകയാണ്. അവിടെ ഒരു ചെറിയ ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ടൈം ഗ്യാപ്പിൻ്റെ ഇടക്ക് എ ടെസ്റ്റ് ചെയ്ത് പോയതിന് ശേഷമുള്ള ആ ഒരു സമയത്ത്, മീൻസ് എ ടെസ്റ്റ് ചെയ്ത് പോയി എൻ്റെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഇടക്കുള്ള ആ സമയത്ത് ബി വന്ന് ടെസ്റ്റ് ചെയ്തു. അതിനും ബിക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട്. ബി വന്ന് എന്ത് ചെയ്തു, ഈ നമ്മുടെ കാരിയർ സെൻസ് ചെയ്തു. ആ സമയത്ത് എന്തില്ല, ബിയിൽ മീൻസ് കാരിയറിൽ ഒരു ഡാറ്റയില്ല. സോ ബി എന്ത് ചെയ്യും, ബി വിചാരിച്ചു ഓക്കെ ഐ ക്യാൻ സെൻഡ് ഡാറ്റ, അത് ഫ്രീ ആണല്ലോ, അതുകൊണ്ട് ഐഡിയൽ ആയതുകൊണ്ട് ബിയും സെൻഡ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, സോ ബി റിക്വസ്റ്റ് ടു സെൻഡ് ദ ഡാറ്റ ആൻഡ് സെൻസ് ദ മീഡിയം ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഫൈൻഡ് ഇറ്റ് ഐഡിയൽ ആൻഡ് വിൽ ഓൾസോ സെൻഡ് ദ ഡാറ്റ അല്ലേ. എ സെൻഡ് ചെയ്യുന്ന മുമ്പാണ് ബി വന്ന് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ സെൻസ് ചെയ്തപ്പം ഡാറ്റ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ബി വിചാരിച്ചു ഓക്കെ വി ക്യാൻ ഓൾസോ സെൻഡ് ദ ഡാറ്റ. ദിസ് വിൽ റിസൾട്ട് എ കൊളിഷൻ ഓഫ് ഡാറ്റ ഫ്രം സ്റ്റേഷൻ എ ആൻഡ് ബി. സോ എ സ്റ്റാർട്ട് ചെയ്യും, ബിയും സ്റ്റാർട്ട് ചെയ്യും. സോ ആ ഡാറ്റകൾ തമ്മിൽ എന്ത് ചെയ്യും, കൊളിഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. സോ കാരിയർ സെൻസിങ് മൾട്ടിപ്പിൾ ആക്സസിലും കൊളിഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. സോ CSMA ആക്സസ് മോഡ്സ് ആണ്. എങ്ങനെയാണുള്ളത്, 4 ആക്സസ് മോഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പെർസിസ്റ്റൻറ്റ്. The node sends the channel. If idle, it sends the data. Otherwise, it continuously keep on checking the medium for being idle and transmitting unconditionally with one probability as soon as the channel get idle. So one persistent എന്ന് പറഞ്ഞാൽ CSMA നമ്മൾ സെൻസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഒരു നോഡിന് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, ചാനൽ വന്ന് ടെസ്റ്റ് ചെയ്യും ഐഡിലാണോ അല്ലയെന്ന്. ഐഡിലാണെങ്കിൽ അപ്പം തന്നെ സെൻഡ് ചെയ്യും. ഇനി ഐഡിൽ അല്ലെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് വേറെ ഒന്നും നോക്കില്ല, ഡാറ്റ സെൻഡ് ചെയ്യും. സോ ഇതാണ് വൺ പെർസിസ്റ്റൻറ്റ്. രണ്ടാമത്തത് നോൺ പെർസിസ്റ്റൻറ്റ്. ദ നോഡ് സെൻസ് ദ ചാനൽ. ഇഫ് ഐഡിൽ ഇറ്റ് സെൻഡ് ദ ഡാറ്റ. അതർവൈസ് ഇറ്റ് ചെക്ക് മീഡിയം ആഫ്റ്റർ റാൻഡം എമൗണ്ട് ഓഫ് ടൈം, നോട്ട് കണ്ടിന്യൂസ്ലി, ആൻഡ് ട്രാൻസ്മിറ്റ് വെൻ ഫൗണ്ട് ഐഡിയൽ. സോ നോൺ പെർസിസ്റ്റൻറ്റ് വൺ പെർസിസ്റ്റൻറ്റിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഡാറ്റ ഇപ്പോൾ ഒരു ഡിവൈസിന് നോഡിന് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട്, അത് വന്നിട്ട് നമ്മളെ മീഡിയം ടെസ്റ്റ് ചെയ്യും, സെൻസ് ചെയ്യും, ഫ്രീ ആണോ അല്ലേ, ഐഡിയലാണോ അല്ലേ നോക്കും. ഐഡിയൽ ആണെങ്കിൽ അപ്പം സെൻഡ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇനി ഐഡിയൽ അല്ലെങ്കിലോ അത് കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ 1% ചെയ്ത പോലെ ടെസ്റ്റ് ചെയ്യില്ല, സെൻസ് ചെയ്യില്ല, അത് അവിടെ പോയിട്ട് ഇരിക്കും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്യും. ആ സമയത്ത് ഐഡിയലാണോ അല്ലേ നോക്കും. ഐഡിയലാണെങ്കിൽ സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അത് കുറച്ച് ബാക്ക് ഓഫ് ചെയ്യും, കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഫ്രീ ആവുന്നത് അതുവരെ ഇത്
ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം വെയിറ്റ് ചെയ്തിട്ട് പോവും, പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യും, പിന്നെ പോവും, ഒന്ന് ടെസ്റ്റ് ചെയ്യും. എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് ഡാറ്റ പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇതാണ് നോൺ പെർസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ദെൻ പി പെർസിസ്റ്റൻ്റ്, പി മീൻസ് പ്രോബബിലിറ്റി ആണ്. ദ നോഡ് സെൻസ് ദ മീഡിയം ഇഫ് ഐഡിയൽ ഇറ്റ് സെൻഡ് ദ ഡാറ്റ വിത്ത് പി പ്രോബബിലിറ്റി. സോ ഒരു നോഡ് വന്നു, ഡാറ്റ മീഡിയം സെൻസ് ചെയ്തു, അത് ഐഡിയലാന്ന് കണ്ടു. ഐഡിയലാന്ന് കണ്ടാൽ ഇവിടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നിർബന്ധമില്ല, അതിന് പി പ്രോബബിലിറ്റി ആണുള്ളത്. സോ ട്രാൻസ്മിറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം വിത്ത് ദ പ്രോബബിലിറ്റി ഓഫ് പി. ഓക്കെ. ഇഫ് ദ ഡാറ്റ ഈസ് നോട്ട് ട്രാൻസ്മിറ്റിംഗ്, മീൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് 1 മൈനസ് പി പ്രോബബിലിറ്റി. ദെൻ ഇറ്റ് വെയിറ്റ് ഫോർ സം ടൈം ആൻഡ് ചെക്ക് ദ മീഡിയം അഗെയിൻ. നൗ ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഐഡിയൽ ദെൻ ഇറ്റ് സെൻഡ് വിത്ത് പി പ്രോബബിലിറ്റി. സോ നേരത്തെ പറഞ്ഞു, സെൻസ് ചെയ്തു, ഐഡിയലാന്ന് കണ്ടു, എന്നാലും സെൻഡ് ചെയ്തോളണമെന്നില്ല, പ്രോബബിലിറ്റി അനുസരിച്ച് സെൻഡ് ചെയ്യാം, സെൻഡ് ചെയ്യാതിരിക്കാം. സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെയും ഒന്ന് ചെക്ക് ചെയ്യും, അഗെയിൻ പി പ്രോബബിലിറ്റി വെച്ചിട്ട് അത് സെൻഡ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ പ്രോബബിലിറ്റി. വൺ പെർസിസ്റ്റൻസിൽ നിർബന്ധമായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യും, മറ്റതിൽ കുറച്ച് നേരം ഗ്യാപ്പ് ഇട്ടിട്ട് സെൻഡ് ചെയ്യും. ഇവിടെ പി പെർസിസ്റ്റൻസി ആണ്, ഐഡിയൽ ആണെങ്കിലും നമ്മൾ പ്രോബബിലിറ്റി നോക്കിയിട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നുള്ളൂ. ദിസ് റിപ്പീറ്റ് കണ്ടിന്യൂസ് അണ്ടിൽ ദ ഫ്രെയിം ഇസ് സെൻഡ് if it is used in Wi-Fi and packet radio system. Then zero persistence, superiority of node is decided beforehand and transmit occur in that order. So ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓർഡർ നോഡിന് ഒരു പ്രയോറിറ്റി പോലെ ഒരു ഓർഡർ കൊടുക്കും, ആ ഓർഡറിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ സെൻഡ് ചെയ്യാന്നുള്ളൂ. ഇഫ് ദ മീഡിയം ഈസ് ഐഡിൽ നോട്ട് വെയിറ്റ് ഫോർ ദ ടൈം സ്ലോട്ട് ടു സെൻഡ്. ഇപ്പോൾ എ ബി സി 3 ഡിവൈസ് ഉണ്ട്, എക്കാണ് കൂടുതൽ ഹൈ പ്രയോറിറ്റി ബിഫോർ ഹാൻഡ് എങ്കിൽ ബി ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട്, പക്ഷേ ബീൻ്റെ സമയം ആയിട്ടില്ല. ബി സെൻസ് ചെയ്തു ഈ എന്താ പറയുക ചാനൽ ഫ്രീ ആണെങ്കിലും ബി സെൻഡ് ചെയ്യില്ല. ബി എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും, അതിനൊരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാകും, ആ ടൈം സ്ലോട്ട് ആവുന്നവരെ ബി അവിടെ വെയിറ്റ് ചെയ്യും. ആ ടൈം സ്ലോട്ടും കൂടെ വന്നാലേ അവൻ എന്ത് ചെയ്യുള്ളൂ, ഈ സീറോ പെർസിസ്റ്റൻറ്റിൽ ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ. സോ അവിടെ ഒരു മീഡിയത്തിന് അല്ലെങ്കിൽ ഒരു മീഡിയം ഐഡിയൽ ആയാൽ എന്ത് ചെയ്യില്ല, ആ ഒരു പെർട്ടിക്കുലർ നോഡ് ഡാറ്റ സെൻഡ് ചെയ്യില്ല, അതിന് കൊടുത്ത ടൈമും കൂടെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അത് ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. സോ ഇതാണ് 4 ആക്സസ് മോഡ് ഇൻ CSMA. ഓക്കെ. ഇനി CSMA CD എന്താണെന്ന് നോക്കാം. CSMA നമ്മൾ പറഞ്ഞു കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് ആണ്. അതിൽ CD മീൻസ് കൊളിഷൻ ഡിറ്റക്ഷൻ ആണ്. കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുക. അതായത് ഇവിടെ കാരിയർ സെൻസ് ചെയ്തു ഡാറ്റ അയക്കുന്നതൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഒരു അഡീഷണൽ ഫീച്ചറാണ് എന്ത്, കൊളിഷൻ ഡിറ്റക്ഷൻ. അതായത് ഒരു സെൻഡർ ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ അവിടെ വെറുതെ നിൽക്കില്ല, അയാൾ എന്ത് ചെയ്യും, ആ ഒരു ഡാറ്റ അയച്ചതിൽ ആ മീഡിയത്തിൽ കൂടെ ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയി ചെക്ക് ചെയ്യും, എന്തെങ്കിലും കൊളിഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഡിറ്റക്ഷൻ, അത് കൊളിഷൻ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും, സെൻസ് ചെയ്യും, കാരിയർ സെൻസ് ചെയ്യും, ഡാറ്റ അയക്കും അല്ലേ. എന്നിട്ട് അതവിടെ വെറുതെ നിൽക്കില്ല, സെൻറ്റർ എന്ത് ചെയ്യും, കൊളിഷൻ ഉണ്ടോ ഇല്ലേ എന്ന് വേണ്ടി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. സോ അതാണ് ഇവിടെ കൊളിഷൻ ഡിറ്റക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. In this method, a station monitored the medium after send the frame to see if the transmission was successful. അല്ലേ, ഇതുവരെ പറഞ്ഞതൊക്കെ ഡാറ്റ അങ്ങ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു സ്റ്റേഷൻ ഡാറ്റ അയച്ചു കഴിഞ്ഞാലും ആ മീഡിയം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. എന്തിനു വേണ്ടി, അവിടെ എന്തെങ്കിലും കൊളിഷൻസ് ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സക്സസ് ആണോ എന്ന് അറിയാൻ വേണ്ടി ആ മീഡിയം കണ്ടിന്യൂസ് ആയിട്ട് ആയത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു മെക്കാനിസത്തിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ആ പെർട്ടിക്കുലർ സ്റ്റേഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കൊളിഷൻ ഡിറ്റക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇഫ് സക്സസ്ഫുൾ ദ സ്റ്റേഷൻ ഫിനിഷ്, ഇഫ് നോട്ട് ദ ഫ്രെയിം ഈസ് സെൻഡ് അഗെയിൻ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സക്സസ് ആണെങ്കിൽ അത് ഫിനിഷ് ചെയ്തു, ഇനി സക്സസ് അല്ലെങ്കിൽ നമ്മൾ റീട്രാൻസ്മിഷനിലേക്ക് പോകും. സോ ഇവിടെ ഒരു ഫിഗർ നോക്കുക നിങ്ങൾ, എങ്ങനെയാണ് ഈ കൊളിഷൻ ഡിറ്റക്ഷൻ നടക്കുന്നതെന്നാണ്. ABCD 4 ഡിവൈസുകളുണ്ട്. ഓക്കെ. ഇവിടെ എ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തു, T1 എന്നുള്ള സമയത്ത് എ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തു. ഓക്കെ, എ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തു. T2 എന്നുള്ള സമയത്ത് എന്ത് ചെയ്തു, കാരിയർ സെൻസ് ചെയ്തപ്പം T1 അല്ലേ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മീഡിയം എന്ന് വിചാരിക്കുക. അപ്പം T1 ഒരു ഡാറ്റ സെൻഡ് ചെയ്തു, എ എന്നുള്ള ഡിവൈസ് ഒരു ഡാറ്റ സെൻഡ് ചെയ്തു അറ്റ് എ ടൈം T1. അത് കാര്യം എ നമ്മൾ മീഡിയം സെൻസ് ചെയ്തു, ഐഡിയലാണ്. അപ്പം എ എന്ത് ചെയ്തു, T1 എന്നുള്ള സമയത്ത് ഒരു ഡാറ്റ സെൻഡ് ചെയ്തു. അപ്പോൾ സിക്കും ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട്. T1 എന്നുള്ള സമയത്താണ് എ സെൻഡ് ചെയ്തത്. സി അത് എന്ത് ചെയ്തു, സി അഗെയിൻ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളപ്പം സി എന്ത് ചെയ്തു, നമ്മളെ മീഡിയം ഒന്ന് സെൻസ് ചെയ്തു. സി നമ്മുടെ മീഡിയം സെൻസ് ചെയ്തു. അപ്പം ഈ ഡാറ്റ ഇവിടെ നിന്ന് അയച്ചിട്ട് T1 എ എന്നുള്ള ഡാറ്റ T1 എന്നുള്ള സമയത്ത് അയച്ചിട്ട് അത് ഇവിടെ എത്തിയിട്ടില്ല, ഇത് സെൻസ് ചെയ്യുന്ന സമയത്ത്.
ഇതിവിടെ എത്തുന്ന എപ്പോഴാണ്? ഈ ഒരു സമയത്താണ് ഇവിടെ എത്തുന്നത്. ഈ ഒരു ഗ്രീൻ കളറുള്ള ബോക്സ് ഇവിടെ എത്തുമ്പോഴാണ് സിക്ക് എന്ത് കിട്ടുള്ളൂ? ഓൾറെഡി നമ്മുടെ മീഡിയത്തിൽ ഒരു ഡാറ്റ ഉണ്ടെന്ന് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ T1 എന്നുള്ള സമയത്ത് സെൻഡ് ചെയ്താലും T3 എന്നുള്ള സമയമാകുമ്പോൾ മാത്രമേ സിക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, പക്ഷേ അതിൻ്റെ മുന്നേ സിക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് T2 എന്നുള്ള സമയത്ത് സി എന്ത് ചെയ്തു? നമ്മുടെ മീഡിയം സെൻസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ മീഡിയം. ഇപ്പോൾ മീഡിയത്തിൽ ഇവിടെ നോക്കിയപ്പോൾ ഡാറ്റ ഒന്നുമില്ല, ആരും സെൻഡ് ചെയ്തില്ല, ഫ്രീ ആണെന്ന് മനസ്സിലായി. കാരണം എ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്ത് അത് ഇവിടെ എത്താൻ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. ആ ഡിലേൻ്റെ ഉള്ളിലാണ് ആര് സെൻസ് ചെയ്തത്? സി സെൻസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സെൻസ് ചെയ്തപ്പോൾ ഇവിടെ ഈ സമയത്താണ് സെൻസ് ചെയ്തത്, T2 എന്നുള്ള സമയത്താണ് സെൻസ് ചെയ്തത്. അപ്പോൾ എന്തില്ല? ഡാറ്റ ഒന്നുമില്ല. സോ സി എന്ത് ചെയ്തു? ഡാറ്റ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്തു. സോ T2 എന്നുള്ള സമയത്ത് സിക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് T2 നമ്മളെ മീഡിയം സെൻസ് ചെയ്തു, അത് ഫ്രീ ആയതുകൊണ്ട് അത് പാക്കറ്റ് സെൻഡ് ചെയ്തു. ആ പാക്കറ്റ് ഇവിടേക്ക് പോയി. ഓക്കെ, സോ ആ പാക്കറ്റ് എ സെൻസ് ചെയ്യപ്പോഴാണ്. അപ്പം ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ കൊളിഷൻ ഡിറ്റക്ഷനിൽ എയും സിയും ആണ് സെൻഡ് ചെയ്തത്. അത് സെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ജസ്റ്റ് നോക്കി എന്ത് പാക്കറ്റ്സ് ഉണ്ടോ നോക്കി, ഫ്രീ ആണ്, ഫ്രീ ആയതുകൊണ്ട് അവർ സെൻഡ് ചെയ്തു. പക്ഷേ കൊളിഷൻ ഡിറ്റക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ആ സ്റ്റേഷൻ എന്ത് ചെയ്യുന്നില്ല? സെൻഡ് ചെയ്തതിനു ശേഷം വെറുതെ ഇരിക്കുന്നില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് മീഡിയം സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓൾറെഡി എന്തെങ്കിലും ഡാറ്റ വരുന്നുണ്ടോ, സക്സസ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ മീഡിയം സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇത് T1 എന്നുള്ള സമയത്ത് എ സെൻഡ് ചെയ്താലും അത് പിന്നെയും സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ സെൻസ് ചെയ്ത് പോയി. അതേപോലെ സി എന്ത് ചെയ്തു? T2 എന്നുള്ള സമയത്ത് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്തു, അത് ഫ്രീ ആണെന്ന് കണ്ടതുകൊണ്ട് മാത്രം ദെൻ അത് കണ്ടിന്യൂസ് ആയിട്ട് സെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കും സി. ഓക്കെ, അപ്പം സി ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ T3 എന്നുള്ള സമയത്ത് എത്തിയപ്പം അവിടെ ഒരു പോക്കറ്റ് കണ്ടു, ഒരു പാക്കറ്റ് കണ്ടു, സി കണ്ടു അല്ലേ? സി എന്ത് ചെയ്തു? ഇവിടെ ഒരു പാക്കറ്റ് കണ്ടു എപ്പം? T3 എന്നുള്ള സമയത്ത്. കാരണം ഇത് ഈ ഇത്രയും സമയം വരാൻ കാരണം എ ഡാറ്റ സെൻഡ് ചെയ്തിട്ട് അത് ഈ മീഡിയത്തിലൂടെ ഇവിടെ എത്താനുള്ളൊരു ഗ്യാപ്പാണ്. സോ ആ T3 ഉള്ള സമയത്താണ് ആര് കണ്ടത്? സി ഓൾറെഡി ഒരു ഡാറ്റ ഉണ്ടായിരുന്നു കണ്ടത്. അപ്പം സിക്ക് എന്ത് മനസ്സിലായി? ഒരു കൊളിഷൻ ഡിറ്റക്ഷൻ മെക്കാനിസം, അതായത് ഒരു കൊളിഷൻ ഉണ്ടാവും എന്ന് മനസ്സിലായി. കാരണം ഓൾറെഡി ഒരു ഡാറ്റ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. സോ സീസ് കൊളിഷൻ ഡിറ്റക്ഷൻ ആൻഡ് അബോർഷൻ. സി ഇവിടെ എന്ത് ചെയ്തു? ഈ ഇൻഫർമേഷൻ T3 ഉള്ള സമയത്ത് എ അയക്കുന്ന പാക്കറ്റ് ഇവിടെ കാണുന്നതോടുകൂടി സിക്ക് മനസ്സിലായി എന്ത്? ഓൾറെഡി ഒരു ഡാറ്റ ഈ മീഡിയത്തിൽ ഉണ്ടായിരുന്നു. സോ ഒരു കൊളിഷൻ ഉണ്ടായിട്ടുണ്ട്. സോ അത് അബോർട്ട് ചെയ്യും. അതേ സ്ഥാനത്ത് എ എന്ത് ചെയ്തു? T4 എന്നുള്ള സമയമാകുമ്പോഴാണ് സി അയച്ച ഡാറ്റ ഇവിടെ എത്തുന്നത്. ഓക്കെ, സോ എക്ക് മനസ്സിലായി എന്ത്? ഓക്കെ, ഈ T1 ഈ പാക്കറ്റ് T1 എന്നുള്ള സമയത്ത് പാക്കറ്റ് അയച്ചു കഴിഞ്ഞപ്പം വേറെ ആരോ ഒന്നും കൂടെ ഒരു പാക്കറ്റ് അയച്ചിട്ടുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി, എക്ക് മനസ്സിലായി. സോ എ കൊളിഷൻ ഡിറ്റക്ഷൻ, എ ഇവിടെ എന്ത് ചെയ്തു? കൊളിഷൻ ഡിറ്റക്ട് ചെയ്തു. ഈ പാക്കറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് കൊളിഷൻ ഡിറ്റക്ട് ചെയ്തു. സോ അത് ഓൾറെഡി സെൻറ്റതെല്ലാം അബോർട്ട് ചെയ്യും. സോ ആക്ച്വലി ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഡാറ്റയിൽ കൊളിഷൻ ഉണ്ടായിട്ടുണ്ട്. കൊളിഷൻ ഒക്കെ ഹിയർ അല്ലേ? T1 ഡാറ്റ അയച്ചു, അതിൻ്റെ ഇവിടെ തൊട്ടുമ്പോൾ T2 എന്നുള്ള സമയത്ത് സി അയച്ചു. സോ അത് ഇവിടെ എത്തി. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കൊന്നും ഉണ്ടായിട്ടുണ്ട്? കൊളിഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കൊളിഷൻ ഉണ്ടായതിനു ശേഷമാണ് T3 എന്നുള്ള സമയത്ത് ഇയാൾ സി ആദ്യം കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുന്നു. കാരണം എൻ്റെ ഡാറ്റ ഇവിടെ എത്തുന്ന ആ സമയത്താണ്. അത് കഴിഞ്ഞ് എയും കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുന്നു. കാരണം സി അയക്കുന്ന ഡാറ്റ ഇവിടെ എത്തുന്നത് T4 എന്നുള്ള സമയത്താണ്. സോ കൊളിഷൻ ഉണ്ടെന്നുള്ളത് എക്കും സിക്കും മനസ്സിലാവുന്നു. സോ അവിടെ കൊളിഷൻ അവർ ഡിറ്റക്ട് ചെയ്യുന്നു. സോ ഇതാണ് CSMA CD. ഓക്കെ, ഇവിടെ ഒരു അഡീഷണൽ ഫീച്ചർ വന്നത് സെൻസ് ചെയ്ത് ഡാറ്റ അയക്കുന്നതൊക്കെ സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ CSMA പോലെ തന്നെയാണ്. അഡീഷണൽ ആയിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റേഷൻ ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ആ മീഡിയം സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ എന്തെങ്കിലും കൊളിഷൻ ഉണ്ടോ ഇല്ലേ അറിയാൻ വേണ്ടി. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, so in the diagram A starts send the data first bit of the frame at T1 എന്നുള്ള സമയമാകുമ്പം എ നമ്മൾ ഡാറ്റ അയച്ചു, സെൻസ് ചെയ്തപ്പോൾ ഫ്രീ ആയതുകൊണ്ട് അത് അയച്ചു. സിൻസ് സി സീസ് ദ ചാനൽ ഐഡിൽ അറ്റ് T2 എന്നുള്ള സമയത്ത് സി നോക്കുമ്പോൾ ചാനൽ ഐഡിലാണ്. കാരണം എ അയച്ച ഡാറ്റ ആരുടെ അടുത്തേക്ക് എത്തിക്കില്ല? സീൻ്റെ അടുത്തേക്ക് എത്തിക്കില്ല, അവിടെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉള്ളതുകൊണ്ട്. സോ സി ഓൾസോ സ്റ്റാർട്ട് സെൻഡിങ് ഡാറ്റ ഫ്രെയിം അറ്റ് T2 എന്നുള്ള സമയത്ത് സിയും ഡാറ്റ അയക്കാൻ തുടങ്ങി. സി ഡിറ്റക്ട് എസ് ഫ്രെയിം. സോ സി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും സെൻഡ് ചെയ്തതിനു ശേഷം പിന്നെയും നമ്മൾ പറഞ്ഞു സ്റ്റേഷൻ എന്ത് ചെയ്യും? ആ മീഡിയം സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. സോ സി ഡിറ്റക്ട് എസ് ഫ്രെയിം അറ്റ് T3 ഉള്ള സമയമായപ്പം എൻ്റെ ഫ്രെയിം സി ഡിറ്റക്ട് ചെയ്തു. സോ സി എന്ത് ചെയ്തു? അതിൻ്റെ ട്രാൻസ്മിഷൻ അബോർട്ട് ചെയ്തു. ഓൾസോ എ ഡിറ്റക്ട് സീസ് ഫ്രെയിം അറ്റ് T4 അല്ലേ? കാരണം സി അയച്ച ഡാറ്റ T4 എന്നുള്ള സമയമാകുമ്പോഴാണ് എൻ്റെ നേരെ എത്തുന്നത്, അത് സെൻസ് ചെയ്യുന്നത്. സോ എ ഡിറ്റക്ട് C4 അറ്റ് ഫ്രെയിം അറ്റ് T4 ടൈം 4 ആൻഡ് അബോർട്ട് ഇറ്റ് ട്രാൻസ്മിഷൻ. സോ രണ്ടാളും കൊളിഷൻ ഡിറ്റക്ട് ചെയ്തു, അതുകൊണ്ട് അത് അബോർട്ട് ചെയ്തു. സോ ട്രാൻസ്മിഷൻ ടൈം ഫോർ സീസ് ഫ്രെയിം
ഈസ് സീൻ്റെ ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യാൻ എടുത്ത സമയം എത്രയാണ്? T3 - T2 അല്ലേ? T2 ആയപ്പോഴാണ് എന്ത് ചെയ്തത്? സി ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. T3 ആയപ്പം സിക്ക് എന്ത് മനസ്സിലായി? അവിടെ ഡാറ്റ മീൻസ് ഒരു എൻ്റെ കൊളിഷൻ, എൻ്റെ ഡാറ്റ ആര് ഡിറ്റക്ട് ചെയ്തു? T3 ആയപ്പം ഡിറ്റക്ട് ചെയ്തു. സോ സീൻ്റെ ഡാറ്റ എത്ര സമയം ട്രാൻസ്ഫർ ചെയ്തു? T3 - T2. T2ൽ അത് വിട്ടു, T3 അത് അബോർട്ട് ചെയ്തു. സോ T3 മുതൽ T1 വരെയുള്ള സമയമാണ് അത് ട്രാൻസ്ഫർ ചെയ്തത്. ബട്ട് ഫോർ എൻ്റെ എപ്പോഴാണ് ഡിറ്റക്ട് ചെയ്തത്? കൊളിഷൻ ഡിറ്റക്ട് ചെയ്ത് T4 എന്നുള്ള സമയത്താണ് കൊളിഷൻ ഡിറ്റക്ട് ചെയ്തത്. T1 എന്നുള്ള സമയത്ത് എന്ത് ചെയ്തു? ഫ്രെയിം സെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ട്രാൻസ്മിഷൻ ടൈം ഫോർ T4 എൻഡഡ് ഫ്രെയിം ഈസ് T4 - T1. ജസ്റ്റ് ആ സമയം ജസ്റ്റ് കുറച്ചെന്നുള്ളൂ. അതായത് ഇവിടെ T4 ആണ് ട്രാൻസ്മിഷൻ ടൈം, ഇതാണ് T4ൽ അത് കൊളിഷൻ ഡിറ്റക്ട് ചെയ്തു, T1 സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറഞ്ഞാൽ T4 - T1 ആണ്. ആൻഡ് സീൻ്റെ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറഞ്ഞാൽ T2 സമയത്ത് അത് സെൻഡ് ചെയ്തു, T3ൽ അത് ഡിറ്റക്ട് ചെയ്തു. സോ T3 - T2 ആണ് സി എന്നുള്ള ഇതിൻ്റെ പാക്കറ്റിൻ്റെ ട്രാൻസ്മിഷൻ ടൈം. ഓക്കെ, അതാ ജസ്റ്റ് ആ ഫിഗറിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക്. സോ ദ ഫ്രെയിം ട്രാൻസ്മിഷൻ ടൈം, ഒരു ഫ്രെയിം ട്രാൻസ്മിഷൻ ടൈം എടുക്കുന്നത് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ട്വൈസ് ദി മാക്സിമം പ്രൊപ്പഗേഷൻ ടൈം. സോ ആ പ്രൊപ്പഗേഷൻ ടൈമിൻ്റെ ട്വൈസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കൊളിഷൻ ഇല്ലാതെ ഡാറ്റ അയക്കാൻ പറ്റുള്ളൂ. സോ ഇതൊരു ഒരു ഇക്വേഷനാണ്, ഒരു കണ്ടീഷനാണ്. കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൊളിഷൻ ഇല്ലാതെ ഡാറ്റ അയക്കണമെങ്കിൽ ഫ്രെയിം ട്രാൻസ്മിഷൻ ടൈം ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ട്വൈസ് ദി മാക്സിമം പ്രൊപ്പഗേഷൻ ടൈം. ആ പ്രൊപ്പഗേഷൻ ടൈമിനെക്കാട്ടിലും ഡബിൾ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊളിഷൻ ഇല്ലാതെ അവിടെ ഡാറ്റ അയക്കാൻ പറ്റുള്ളൂ. This can be reduced when the two stations involved a collision are maximum distance apart. So നമുക്ക് collision maximum കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെക്കാനിസം പറ്റും. ഓക്കെ, അപ്പം ഈ CSMA CD എന്താ ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻസിങ് ദ കാരിയർ അല്ലേ. കാര്യം സെൻസർ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ആദ്യം കാരിയർ നമ്മൾ സെൻസ് ചെയ്യും. സോ സെൻസിങ് ദ കാരിയർ, എനി സ്റ്റേഷൻ വില്ലിംഗ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ സെൻസ് ദ കാരിയർ. If it find carrier free, it start transmitting its data packet, otherwise not. So ideal ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യില്ല, സെൻസ് ചെയ്തുകൊണ്ടിരിക്കും അടുത്ത ടൈമിലേക്ക്. സ്റ്റെപ്പ് 2 ഡിറ്റക്ടിങ് കൊളിഷൻ. സോ കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ ടു ഡിറ്റക്ട് ദ കൊളിഷൻ. സോ ഈ CSMA CD-യിൽ ഈ സ്റ്റേഷൻ, സെൻഡിങ് സ്റ്റേഷൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ആരെങ്കിലും ഒരു പാക്കറ്റ്സ് വേറെ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടോ ഇല്ലെന്ന് അറിയേണ്ടത്, ഡിറ്റക്ട് ചെയ്യേണ്ട ആരെ റെസ്പോൺസിബിലിറ്റിയാണ്? സെൻഡിങ് സ്റ്റേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫോർ ദ ഡിറ്റക്ഷൻ ദി കൊളിഷൻ CSMA CD ഇംപ്ലിമെൻറ്റ് ദ ഫോളോയിങ് കണ്ടീഷൻ. ഒരു കൊളിഷൻ ഉണ്ടോ ഇല്ല അറിയാൻ വേണ്ടി നമ്മളൊരു ഫോളോയിങ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. അതായത് ദിസ് കണ്ടീഷൻ ഈസ് ഫോളോഡ് ബൈ ഈച്ച് സ്റ്റേഷൻ. എല്ലാ സ്റ്റേഷൻ്റെ ഇത് കണ്ടീഷൻ ഫോളോ ചെയ്യണം. അതായത് ട്രാൻസ്മിഷൻ ഡിലേ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു പ്രൊപ്പഗേഷൻ ഡിലേ. പ്രൊപ്പഗേഷൻ ഡിലേൻ്റെ കാട്ടിലും ടോയ്സ് മിനിമം എന്തുണ്ടാവണം? ട്രാൻസ്മിഷൻ ഡിലേ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊളിഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ CSMA CD ഒരു എക്സാമ്പിളാണ്. കൺസിഡർ അറ്റ് 10 AM സ്റ്റേഷൻ A സെൻസ് ദ കാരിയർ. സോ എക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട്. 10 മണിയായപ്പം നമ്മുടെ കാരിയർ, നമ്മുടെ മീഡിയം സെൻസ് ചെയ്തു. ഇറ്റ് ഫൈൻഡ് ദ കാരിയർ ഫ്രീ ആൻഡ് സ്റ്റാർട്ട് ട്രാൻസ്മിറ്റിംഗ് ദ പാക്കറ്റ് ടു സ്റ്റേഷൻ D. സോ 10 മണിക്ക് സെൻസ് ചെയ്തപ്പം ആ കാരിയർ ഫ്രീ ആയിരുന്നു, അതിൽ ആൾറെഡി ഡാറ്റ ഒന്നുമില്ല. സോ അതെന്ത് ചെയ്തു? ഡിയിലേക്ക് ഒരു ഡാറ്റ അയച്ചു. ലെറ്റ് ദ പ്രൊപ്പഗേഷൻ ഡിലേ ബി 1 hour. അതായത് എന്ന് ഡിയിലേക്ക് ഈ ഫ്രെയിം എത്താനുള്ള പ്രൊപ്പഗേഷൻ സമയം എന്ന് പറയുന്നത് 1 hour. 1 hour എടുത്താലേ അവിടേക്ക് എത്തുള്ളൂ. അതായത് 11 o'clock എന്ത് ചെയ്യുള്ളൂ? അയച്ച ഡാറ്റ ഡിയിലേക്ക് എത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെയാണ് AD. സോ ഇതാണ് നമ്മുടെ കാരിയർ അല്ലേ. അതിലേക്ക് ABCD എന്നുള്ളതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. സോ എക്ക് ഒരു ഡാറ്റ അയക്കണം. ആദ്യം എന്ത് ചെയ്യും? 10 മണിയായപ്പം ഈ മീഡിയം ചെക്ക് ചെയ്തു, ആരെങ്കിലും ഓൾറെഡി ഡാറ്റ അയച്ചിട്ടുണ്ടോ നോക്കി. ഇല്ല, അയച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തു? ഡിയിലേക്ക് ഒരു ഡാറ്റ അയച്ചു. സോ ഇവിടെ എന്ന് ഡിയിലേക്കുള്ള പ്രൊപ്പഗേഷൻ സമയം, അതായത് ഇവിടുന്ന് ഡാറ്റ അയച്ച് ഇവിടെ എത്താനുള്ള സമയമാണ് 1 hour TP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഒരു കൊളിഷൻ അറ്റ് 11 AM കാണുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു 11 മണിയാകുമ്പോൾ ഡിക്ക് എന്ത് ചെയ്യുള്ളൂ? ഇവിടെ ഈ ഡാറ്റ എത്തുള്ളൂ. സോ ഒരു 10:59 അല്ലേ, 10:59 ആയപ്പം ഡിക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ട്, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഡി എന്ത് ചെയ്യും? ഈ ഒരു കാരിയർ ഇവിടെ സെൻസ് ചെയ്യും, അതിന് തൊട്ട് മുമ്പുള്ള കാരിയർ സെൻസ് ചെയ്യും. അപ്പം അയച്ച ഡാറ്റ ഇവിടെ എത്തണമെങ്കിൽ എത്രയാവണം സമയം? 11 മണിയാവണം. 1 hour ഡിലേ ഉണ്ട്, അവിടെ പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. ഡി 1 hour ആവുന്നതിൻ്റെ മുമ്പ്, അതായത് 11 മണി ആവുന്നതിൻ്റെ തൊട്ട് മുമ്പ്
അല്ലേ? 10 മണിക്കാണ് ഇവിടെ അയച്ചത്, അത് ഇവിടെ എത്തണമെങ്കിൽ ഡീൻ്റെ അടുത്ത് എത്തണമെങ്കിൽ 11 മണിയാവണം. സോ 11 മണിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഡിക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാണ്ട് വിചാരിക്കാം, ഒരു എക്സാമ്പിളാണ്. സോ ഡി എന്ത് ചെയ്യും, അതിന് മുന്നിലുള്ള ഈ കാരിയർ സെൻസ് ചെയ്യും. അപ്പോൾ അവിടെ ഡാറ്റ ഒന്നുമില്ല, കാരണം എ അയച്ച ഡാറ്റ അത് നമുക്കറിയാം അല്ലേ, എ അയച്ച ഡാറ്റ ഡീൻ്റെ മുമ്പിൽ എത്തണമെങ്കിൽ 11 മണിയാവണം. പക്ഷേ 10:59 59 എന്നുള്ള സമയത്ത് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ മുന്നേ 11 മണിൻ്റെ മുമ്പേ ആയിട്ട് ഡി എന്ത് ചെയ്തു, ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് കാരിയർ സെൻസ് ചെയ്തു. അവിടെ എന്തില്ല, മീഡിയത്തിൽ ഒന്നുമില്ല, കാരണം എ അയച്ച ഡാറ്റ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ സോ ഡിയും എന്ത് ചെയ്യും, ഡാറ്റ ആ മീഡിയത്തിൽ കൂടെ സെൻഡ് ചെയ്യാൻ തുടങ്ങും. അത് സെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന ഉടനെ തന്നെ ഇവിടെ ഒരു കൊളിഷൻ ഉണ്ടാവും അല്ലേ, കാരണം ആ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ ഡാറ്റ അവിടെ എത്തും. ഡിയും എന്ത് ചെയ്യും, ഡാറ്റ അയക്കാൻ തുടങ്ങും. ഇത് രണ്ടും കൂടെ ഇവിടെ കൊളീഡ് ചെയ്യും. സോ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. സോ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ എത്ര വേണമെന്നുള്ളതിന് എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. സോ ആ ടൈം 10:59 മീൻസ് 11 മണി തൊട്ട് മുമ്പേ ആയിട്ട് when the packet is about to reach the station D, അതായത് എ അയച്ച ഡാറ്റ ഡിയിലെത്തുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് അറ്റ് ദിസ് ടൈം സ്റ്റേഷൻ ഡി സെൻസ് ദ കാരിയർ. ഡിക്ക് എന്തോ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഡി സെൻസ് ചെയ്തു. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, ഡാറ്റ ഉണ്ടാവും മീൻസ് കരിയറിൽ ഒന്നും ഉണ്ടാവില്ല, കാരണം എ അയച്ച ഡാറ്റ ഡിയിലേക്ക് എത്തിയിട്ടില്ല. ഇറ്റ് ഫൈൻഡ് ദ കാരിയർ ഫ്രീ ആൻഡ് സ്റ്റാർട്ട് ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ പാക്കറ്റ്. സോ ആ സമയത്ത് ഡി നോക്കിയപ്പം അത് ഫ്രീ ആയിരുന്നു കാരിയർ. സോ ഡി എന്ത് ചെയ്യും, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നൗ ആസ് സൂൺ ആസ് station D start transmitting its data packet, a collision occur with the data packet of station A at time 11 AM. So ഡി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എ അയച്ച ഡാറ്റ 11 മണിയായപ്പം ഡീൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ആ മീഡിയത്തിലേക്ക് എത്തി. സോ ആ സമയത്ത് തന്നെ ഡിയും ഓൾറെഡി ഡാറ്റ അയച്ചിട്ടുണ്ട്. സോ അത് രണ്ടും കൂടെ എന്ത് ചെയ്യും, 11 AM ആയപ്പം അത് കൊളൈഡ് ചെയ്തു. ആഫ്റ്റർ കൊളിഷൻ ഒക്കർ, ഇപ്പോൾ 11 മണിക്ക് അവിടെ കൊളിഷൻ ഉണ്ടായി ഇൻ ഫ്രണ്ട് ഓഫ് ഡി. ഡീൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കൊളിഷൻ ഉണ്ടായത്. ദ കൊളൈഡ് സിഗ്നൽ സ്റ്റാർട്ട് ട്രാവലിംഗ് ദ ബാക്ക്വാർഡ്സ് ഡയറക്ഷൻ അല്ലേ. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഡിക്ക് അപ്പം തന്നെ മനസ്സിലായി എന്ത് കൊളിഷൻ ഉണ്ടായത്, കാരണം അതിന് തൊട്ട് മുമ്പ് നിന്നാണ് കൊളിഷൻ ഉണ്ടായതുകൊണ്ട് ഡി എന്നുള്ള സ്റ്റേഷന് കൊളിഷൻ അപ്പം തന്നെ ഡിറ്റക്ട് ചെയ്യാം. പക്ഷേ എക്ക് കൊളിഷൻ ഉണ്ടായത് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ കൊളിഷൻ ഉണ്ടായിടത്തുനിന്ന് ഇൻഫർമേഷൻ എവിടേക്ക് എത്തണം, എൻ്റെ അടുത്തേക്ക് എത്തണം. അതായത് ഡീൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് എത്തണം. അതായത് എ ഒരു ഡാറ്റ അയച്ചിട്ട് അത് അവിടേക്ക് എത്താൻ ഡീൻ്റെ അടുത്ത് എത്താൻ 1 മണിക്കൂർ എടുത്തിരുന്നു. അപ്പം ഡീൻ്റെ മുമ്പിൽ നിന്ന് ഒരു കൊളിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് തിരിച്ച് എയിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, 1 മണിക്കൂറും കൂടെ വേണ്ടി വരും അല്ലേ. സോ ദ കൊളിഷൻ സിഗ്നൽ ടേക്ക് 1 hour ടു റീച്ച് സ്റ്റേഷൻ എ ആഫ്റ്റർ ദ കൊളിഷൻ ആസ് ഒക്കർ അല്ലേ. അതായത് ഡീൻ്റെ മുമ്പ് നിന്നാണ് കൊളിഷൻ ഉണ്ടായത്. സോ അത് അവിടുന്ന് ആ കൊളിഷൻ ഉണ്ടായ ഇൻഫർമേഷൻ എക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 1 hour കൂടെ എ വെയിറ്റ് ചെയ്യണം. സോ ഫോർ സ്റ്റേഷൻ എ ടു ഡിറ്റക്ട് ദ കൊളിഷൻ സിഗ്നൽ ഇറ്റ് മസ്റ്റ് ബി സ്റ്റിൽ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ. ഓക്കെ, ഫോർ സ്റ്റേഷൻ എ അത് റീട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ, എ എന്നുള്ളതിന് അത് റീട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഓൾറെഡി ഡാമേജ് ആയാണ് നമ്മൾ എന്ത് ചെയ്യുക, റീട്രാൻസ്മിറ്റ് ചെയ്യുക. സോ അതിനെന്ത് ചെയ്യണം, ഓൾറെഡി കൊളിഷൻ ഡിറ്റക്ട് ചെയ്യണം, എ ഡിറ്റക്ട് ചെയ്യണം, എന്നാലും മാത്രമേ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ട്രാൻസ്മിഷൻ ഡിലേ ഓഫ് സ്റ്റേഷൻ എ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 hour + 1 hour. അതായത് ഒരു കൊളിഷൻ ഉണ്ടായിട്ട് അല്ലേ, രണ്ടാമത് അത് റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഡിലേ ആണ് ഇവിടെ പറഞ്ഞത്, ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറയുന്നത്. സോ ട്രാൻസ്മിഷൻ ഡിലേ വുഡ് ബി 2 hours ഫോർ ദിസ് കേസ്, ഈ എക്സാമ്പിൾ അല്ലേ. സോ എ എന്നുള്ള ഒരു ഡിവൈസിന് ബീൻ്റെ മാക്സിമം ആണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, മാക്സിമം 2 hourനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊളിഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സോ ദിസ് ഈസ് വൈ ഫോർ ഡിറ്റക്ഷൻ ദ കൊളിഷൻ കണ്ടീഷൻ ഈസ് TT should be greater than or equal to 2 into TP, ട്രാൻസ്മിഷൻ ടൈം പ്രൊപ്പഗേഷൻ ഡിലേ അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞ കണ്ടീഷനാണ്. ഡിലേ ഫോർ ട്രാൻസ്മിഷൻ ഡിലേ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 into പ്രൊപ്പഗേഷൻ ഡിലേ. അതാണ് ഈ ഒരു കേഷൻ. സോ ഈ ഒരു എക്സാമ്പിളാണ്, അത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൊപ്പഗേഷൻ ഡിലേൻ്റെ ട്വൈസ് ആവാനുള്ള റീസൺ എന്താണെന്നുള്ളത്, കാരണം കൊളൈഡ് ചെയ്ത് മാക്സിമം അത്രയും വരാൻ ചാൻസ് ഉള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പം എൻ്റെ ഒരു ഡാറ്റ അയച്ച് ഡിയിലെത്തിയിട്ട് അവിടെ നിന്നാണ് കൊളൈഡ് ചെയ്തത്, അത് കൊളൈഡ് ചെയ്ത ഇൻഫർമേഷൻ തിരിച്ചും വരണം അല്ലേ, അങ്ങോട്ട് പോയി തിരിച്ചും വരാനുള്ള മാക്സിമം ആണ്. അപ്പോൾ 2 into പ്രൊപ്പഗേഷൻ ഡിലേ ആണ് അതിൻ്റെ ഡിലേ മാക്സിമം. ഓക്കെ, സോ അതിലെ സ്റ്റെപ്പ് 2 ആണ്. നമ്മൾ സ്റ്റെപ്പ് 1 ആണ് ഇപ്പോൾ പറഞ്ഞത്, കൊളിഷൻ ഡിറ്റക്ഷൻ. സ്റ്റെപ്പ് 2 കേസസ് ആർ പോസിബിൾ. അതിൽ കേസ് 1 എന്ന് പറയുന്നത് ഇഫ് നോ കൊളീഡഡ് സിഗ്നൽ കം ബാക്ക് ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ. നമുക്ക് കൊളിഷൻ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, സോ കൊളിഷൻ സിഗ്നൽ ഒന്നും വന്നിട്ടില്ലെങ്കിൽ വി കൺസിഡർ there is no collision has occurred during the transmission, so it is a successful packet transmission is successful.
ഇനി കേസ് 2 എന്താണ്? അൺസക്സസ്ഫുൾ ആയിരിക്കും അല്ലേ? ഇഫ് ദ കൊളിഷൻ സിഗ്നൽ കം ബാക്ക് ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ. സോ നമുക്കൊരു കൊളൈഡ് സിഗ്നലാണ് സെൻഡ് ചെയ്ത സ്റ്റേഷന് തിരിച്ച് കിട്ടുന്നതെങ്കിൽ, ഒരു ആ ട്രാൻസ്മിഷൻ സമയത്ത് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് കൊളിഷൻ ആസ് ഒക്കേർഡ്. സോ കൊളിഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒക്കേർ ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ദ പാക്കറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് സക്സസ്ഫുള്ളി. അവിടെ ഫെയിലിയർ ആയി, ഡാമേജ് ആയി എന്ന് മനസ്സിലാക്കാം. സോ വി ഫോളോ ടു സ്റ്റെപ്പ് 3. എന്താണ് സ്റ്റെപ്പ് 3? സ്റ്റെപ്പ് 3 റിലീസിങ് ജാം സിഗ്നൽ. സോ ഒരു കൊളീഷൻ ഉണ്ടായി, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ കൊളീഷൻ ഡിറ്റക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? മാക്സിമം ഒരു 2 into പ്രൊപ്പഗേഷൻ ഡിലേ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം അത്രയും സമയം കൊണ്ട് നമുക്ക് കൊളീഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഇനി കൊളീഷൻ ഡിറ്റക്ട് ചെയ്താലുള്ളത് എന്താണെന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. സോ റിലീസിങ് എ ജാം സിഗ്നൽ. സോ ജാം സിഗ്നൽ ആസ് എ 48-bit സിഗ്നൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് released by the transmitting station as soon as they detect a collision. So ഒരു സ്റ്റേഷൻ അത് കൊളിഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഒരു ജാം സിഗ്നൽ പാസ് ചെയ്യും. ഓക്കെ, ഇറ്റ് അലേർട്ട് ടു അതർ സ്റ്റേഷൻ നോട്ട് ടു ട്രാൻസ്മിറ്റ് ദെയർ ഡാറ്റ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കൊളിഷൻ. സോ ഒരു കൊളിഷൻ ഉണ്ടായിന്ന് അവെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനും വേണ്ടിയിട്ട് ഡു നോട്ട് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ആഫ്റ്റർ ഇമ്മീഡിയറ്റ് ഓഫ് ദി കൊളിഷൻ. കൊളിഷൻ ഉണ്ടായ ഉടനെ തന്നെ വേറെ ആരും ഡാറ്റ അയക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ജാം സിഗ്നൽ ഈ സെൻഡിങ് സ്റ്റേഷൻ അതിന് അത് കൊളിഷൻ ഡിറ്റക്ട് ചെയ്താൽ അപ്പോൾ തന്നെ അയക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ അയച്ചിട്ടില്ലെങ്കിൽ അതർവൈസ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് കൊളിഷൻ അഗൈൻ വിത്ത് ദ സെയിം ഡാറ്റ പാക്കറ്റ്. സോ വേറെ ആരെങ്കിലും ഒരു ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ പിന്നെയും കൊളിഷൻ ഒക്കെ അറിയാൻ ചാൻസ് കൂടുതലുള്ളതാണ് ഇങ്ങനെ ഒരു ജാം സിഗ്നൽ നമ്മൾ അയക്കുന്നത്. സോ Ethernet send the jam signal as a frequency other than the frequency of data signal. So ഡാറ്റ സിഗ്നലിൻ്റെയും ഈ ജാം സിഗ്നലിൻ്റെയും ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് അത് തമ്മിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും കൊളൈഡ് ചെയ്യില്ല. So this ensures that jam signal does not collide with the data signal undergoing collisions. So data signalum ഈ ജാം സിഗ്നലും തമ്മിൽ ഒരിക്കലും കൊളൈഡ് ചെയ്യില്ല, അത് രണ്ടിൻ്റെയും ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, സോ സ്റ്റെപ്പ് 4 ആണ് വെയിറ്റിംഗ് ഫോർ ബാക്ക് ഓഫ് ടൈം. CSMA CD-യിൽ 4ാമത്തെ സ്റ്റേജാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ? വെയിറ്റിംഗ് ഫോർ ബാക്ക് ഓഫ് ടൈം. അങ്ങനെ ജാം സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാക്ക് ഓഫ് ടൈം നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം അല്ലേ? കൊളിഷൻ ഡിറ്റക്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിലീസിങ് ജാം സിഗ്നലാണ്. സോ ജാം സിഗ്നൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ഫോർ എ ബാക്ക് ഓഫ് ടൈം. സോ ആഫ്റ്റർ ദ കൊളിഷൻ ദ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ വെയിറ്റ് ഫോർ സം റാൻഡം എമൗണ്ട് ഓഫ് ടൈം കോൾഡ് ബാക്ക് ഓഫ് ടൈം. ഒരു കൊളിഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻഡിങ് സ്റ്റേഷൻ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? കുറച്ച് സമയം വെറുതെ വെയിറ്റ് ചെയ്യും. ദാറ്റ് കോൾഡ് എ ബാക്ക് ഓഫ് ടൈം. ആഫ്റ്റർ ബാക്ക് ഓഫ് ടൈം ഇറ്റ് ട്രൈ ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ പാക്കറ്റ് അഗെയിൻ. സോ ബാക്ക് ഓഫ് ടൈമിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അത് പിന്നെയും അത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇഫ് അഗെയിൻ ദ കൊളിഷൻ ഒക്കർ ദെൻ സ്റ്റേഷൻ അഗെയിൻ വെയിറ്റ് ഫോർ സം റാൻഡം ബാക്ക് ഓഫ് ടൈം ആൻഡ് ദെൻ ട്രൈ അഗെയിൻ. സോ കുറച്ച് ബാക്ക് ഓഫ് ടൈം എടുത്ത് പിന്നെയും ഡാറ്റ അയക്കും, അത് പിന്നെയും കൊളൈഡ് ചെയ്താൽ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. കുറച്ച് നേരം ജാം സിഗ്നൽ അയക്കും അല്ലേ? ജാം സിഗ്നൽ അയച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, ബാക്ക് ഓഫ് ടൈം പിന്നെയും വയ്ക്കും, പിന്നെയും ട്രൈ ചെയ്യും. സോ ദ സ്റ്റേഷൻ കീപ് ട്രൈങ് അണ്ടിൽ ദ ബാക്ക് ഓഫ് ടൈം റീച്ചസ് ഇറ്റ്സ് ലിമിറ്റ്. സോ ബാക്ക് ഓഫ് ടൈമിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ഒരേ പാക്കറ്റ് തന്നെ പിന്നെയും പിന്നെയും സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എത്തുന്നവരെ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു റീട്രാൻസ്മിറ്റിംഗ് പ്രോസസ് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ. ആഫ്റ്റർ ദ ലിമിറ്റ് ഈസ് റീച്ച്ഡ് സ്റ്റേഷൻ അബോർട്ട് ദി ട്രാൻസ്മിഷൻ. സോ ആ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റേഷൻ ആ ട്രാൻസ്മിഷൻ നമുക്ക് അബോർട്ട് ചെയ്ത് കൊടുക്കും. സോ ഒരു ബാക്ക് ഓഫ് ടൈമിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതുവരെ ഇത് പിന്നെയും റീട്രാൻസ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുമെന്നർത്ഥം. ബാക്ക് ഓഫ് ടൈം ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ബാക്ക് ഓഫ് ആൽഗോരിതം. ഒരു ആൽഗോരിതം വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, CSMA CD അതിൻ്റെ ഒരു ആൽഗോരിതമാണ്, മീൻസ് ഒരു ഫ്ലോ ചാർട്ടാണ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഇപ്പം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുമാണ്. ഇപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യും, ഒരു സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഡാറ്റ സെൻഡ് ചെയ്യാൻ പോവാണ്. സെറ്റ് കൊളിഷൻ നമ്പർ ടു 0. കൊളിഷൻ്റെ നമ്പർ നമ്മൾ n=0 ആക്കി സെറ്റ് ചെയ്തു. അത് നമുക്കൊരു കൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര വട്ടം നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതിൻ്റെ കൗണ്ടാണ് അത്. ഓക്കെ, സോ നമ്പർ ഓഫ് കൊളിഷൻ 0 ആക്കി വെച്ചു. നമ്മൾ എന്ത് ചെയ്യും? സെൻഡ് ചെയ്യുന്ന സ്റ്റേഷൻ കാരിയർ സെൻസ് ചെയ്തു. സെൻസ് ദ കാരിയർ ഐഡിയലാണോ അല്ലയോ നോക്കി. ഐഡിയൽ അല്ലെങ്കിൽ അത് സെൻഡ് ചെയ്യില്ല, സെൻഡ് ചെയ്യാൻ വിചാരിച്ച ഡാറ്റ സെൻഡ് ചെയ്യില്ല, വെയിറ്റ് ചെയ്യും കുറച്ചും കൂടെ സമയം. കുറച്ച് പിന്നെയും സെൻസ് ചെയ്യും. എപ്പോഴാണോ ആ കാരിയർ ഫ്രീ ആവുന്നത്, ഐഡിയൽ ആവുന്നത്, യെസ്, ആ സമയത്ത് അത് എന്ത് ചെയ്യും? ഇൻ്റർ ഫ്രെയിം ഗ്യാപ്പ്, അതായത് ഒരു ഫ്രെയിം അയച്ച് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഒരു എപ്പോഴാണോ കാരിയർ ഐഡിയലാന്ന് നമുക്ക് തോന്നുന്നത് അത് കൊളിഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു എ അയച്ച ഡാറ്റ നേരത്തെ ആ ഫിഗർ കണ്ടില്ലേ നിങ്ങൾ, ഒരു ഗ്രാഫ് പോലെ. എന്ന് അയച്ച ഡാറ്റ സിയും ഒരുമിച്ച് സമയം അയച്ചില്ല. എന്ന് അയച്ചത് സിൻ്റെ മുമ്പിലെത്താൻ കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർ ഫ്രെയിം ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്
ഈ കൊളിഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 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 ഐഡിയലാന്ന് കണ്ടാലും കുറച്ച് സമയം കൂടെ അവരെന്ത് ചെയ്യും, ആ സെൻഡിങ് സ്റ്റേഷന് സെൻഡ് ചെയ്യാതെ കുറച്ച് നേരം കൂടെ സമയം പിടിച്ചു വെക്കും. അതാണ് ഇൻ്റർഫ്രെയിം ഗ്യാപ്പ്. ആ ഇൻ്റർഫ്രെയിം ഗ്യാപ്പിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ഫ്രെയിം, നമ്മളെന്ത് ചെയ്യും, ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഐഡിയലാന്ന് കണ്ടാൽ അപ്പോഴേക്കിൽ നമ്മളൊരു ചെറിയ ഒരു ടൈം ഗ്യാപ്പ് അവിടെ വിടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. കൊളിഷൻ ഉണ്ടാവും നോക്കും, അതായത് കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് നമ്മളല്ലേ, കൊളിഷൻ ഡിറ്റക്ടറാണ് ഇപ്പോൾ പറയുന്നത്. സോ ഈ സെൻഡറിന് കൊളിഷൻ ഡിറ്റക്ട് ചെയ്തോ ഇല്ലയോ നോക്കും. കൊളിഷൻ ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡാറ്റ ട്രാൻസ്ഫറിങ് സക്സസ് ആണെന്ന് മനസ്സിലായി. സോ ഇറ്റ് ഈസ് സക്സസ്. നമ്മൾ സ്റ്റെപ്പ് 2 പറയുന്ന സ്റ്റെപ്പാണത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കാരിയർ സെൻസ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കൊളിഷൻ ഉണ്ടോ ഇല്ലയോ നോക്കുന്നതാണ് അല്ലേ. ഇനി കൊളിഷൻ ഇല്ലെങ്കിൽ അത് സക്സസ് ആയി. ഇഫ് ദർ ഈസ് എ കൊളിഷൻ നമ്മൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, സ്റ്റെപ്പ് 3 നേരത്തെ കണ്ടു അല്ലേ, സെൻഡിങ് ജാം സിഗ്നൽ. നമ്മൾ ജാം സിഗ്നൽ സെൻഡ് ചെയ്തു. ജാം സിഗ്നൽ എന്ത് വേണ്ടിയിട്ടായിരുന്നു, ഓൾറെഡി ഒരു ഇറ്റ് ഈസ് എ 48 ബിറ്റ് സിഗ്നൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഒരു കൊളിഷൻ നമ്മളെ മീഡിയത്തിൽ ഉണ്ടായിട്ടുണ്ട്, ബാക്കി വേറെ സ്റ്റേഷൻസിനൊക്കെ നമ്മൾ ഒരു അലേർട്ട് കൊടുക്കുകയാണ്, ആരും ഇപ്പോൾ ഒന്നും സെൻഡ് ചെയ്യേണ്ടെന്നൊരു അലേർട്ട് കൊടുക്കുകയാണ്. സോ ഇതാണ് സ്റ്റെപ്പ് 3, സെൻഡിങ് ജാം സിഗ്നൽ. സോ കൊളിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊളിഷൻ നമ്പർ 0 ആയിരുന്നു ഫസ്റ്റ്, അത് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്ത് n++ ആക്കും. സോ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് കൊളിഷന് ഇവിടെ ഒരു ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ചിലപ്പം എത്ര 5 കൊളിഷൻ വരെ നമുക്ക് സെൻഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ആ 5 എന്നുള്ള നമ്പർ ഇവിടെ അതായത് 5 ടൈം കൊളിഷൻ എത്തിയിട്ടുണ്ടോ അല്ലയോ നോക്കും. എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ട്രാൻസ്മിഷൻ അങ്ങ് അബോർട്ട് ചെയ്യും. ഇനി എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് റാൻഡം റേഞ്ച്, ഒരു നമ്പർ ഓഫ് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. സെലക്ട് റാൻഡം നമ്പർ ഇൻ ദ റേഞ്ച് 0 to 2n-1 അല്ലെങ്കിൽ റാൻഡം നമ്പർ സെലക്ട് ചെയ്യും. വെയിറ്റ് ബാക്ക് ഓഫ് ടൈം ഈക്വൽ ടു k ഇൻറ്റു ടൈം സ്ലോട്ട്. നമ്മളൊരു ബാക്ക് ഓഫ് ടൈം അവിടെ സെറ്റ് ചെയ്യും. ആ ബാക്ക് ഓഫ് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യും. ദെൻ ആ ബാക്ക് ഓഫ് ടൈം കഴിഞ്ഞാൽ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് തന്നെ ഗെയിം തിരിച്ചു വരും. ഇവിടെ ഒരു കൊളിഷൻ ഉണ്ടായാൽ എന്നിൻ്റെ വാല്യൂ 1 ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ സെൻസ് ചെയ്യും, കാരിയർ ഐഡിയലാണോ നോക്കും. ഈ സാധനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. സോ എപ്പോഴാണോ ലിമിറ്റ്, ഒന്നെങ്കിൽ കൊളിഷൻ ഇല്ലാതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ സക്സസ് ആവും, അല്ലെങ്കിൽ ഈ ലിമിറ്റ് റീച്ച് ചെയ്താൽ, ലിമിറ്റ് എക്സീഡ് ചെയ്താൽ നമ്മൾ ആ ട്രാൻസ്മിഷൻ അബോർട്ട് ചെയ്യും. സോ ഇതാണ് CSMA CD-യുടെ ഓവറോൾ വർക്കിംഗ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഈ ഗ്രാഫ് ഒന്നും കൂടെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് നോക്കുക അത്. ഇനി റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിലെ അവസാനത്തെ പ്രോട്ടോക്കോളാണ് CSMA CA. CSMA CA എന്ന കാരിയർ സെൻസിങ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളിഷൻ അവോയ്ഡൻസ്. അതാണ് CA കൊണ്ട് മീൻ ചെയ്യുന്നത്. The process of collision detection involves sender, receive and acknowledgement signal. അല്ലേ, കൊളിഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സെൻഡർക്ക് ഒരു അക്നോളജ്മെന്റ് കിട്ടും, അതായത് കൊളിഷൻ ഉണ്ട് എന്നുള്ളൊരു അക്നോളജ്മെന്റ് കിട്ടുന്നതായിരുന്നു കൊളിഷൻ ഡിറ്റക്ഷൻ. If there is just one signal, it's on, then the data successfully sent. But if there is two signal, രണ്ട് സിഗ്നൽ ഉണ്ടായാൽ കൊളിഷൻ ഉണ്ടാവും. It's on and on with which has collided. Then it means collision has occurred. അല്ലെ, ഒരു സിഗ്നൽ മാത്രമെങ്കിൽ അത് സക്സസ് ആവും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. രണ്ട് സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ അത് കൊളൈഡ് ചെയ്യും, കൊളിഷൻ ഒക്കർ ചെയ്യും അർത്ഥം. To distinguish between these two cases, collision must have a lot of impact on received signal. നമ്മൾ റിസീവ്ഡ് സിഗ്നലിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ കൊളിഷൻ. However, it is not so in wired network. So CSMA CA used in this case. CSMA CA has been specially designed for wireless network. So CSMA CA എന്നുള്ള കൊളിഷൻ അവോയ്ഡൻസ് എന്നുള്ളത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, വയർലെസ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തത്. സോ ദർ ആർ 3 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ്. നമ്മൾ CSMA CA വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. 3 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഇന്റർഫ്രെയിം സ്പേസ്. നമ്മളൊരു ഇന്റർഫ്രെയിം സ്പേസ് അവിടെ വെക്കും. അതായത് ഒരു ഫ്രെയിം അയച്ചിട്ട് നമ്മളെ മീഡിയം ഫ്രീ ആണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്റർഫ്രെയിം സ്പേസ്. എന്താ നോക്കാം. വെൻ ദ സ്റ്റേഷൻ ഫൈൻഡ് ദ ചാനൽ ഇസ് ബിസി, ഇറ്റ് വെയിറ്റ് ഫോർ എ പീരീഡ് ഓഫ് ടൈം കോൾഡ് IFS. അതായത് ഒരു സ്റ്റേഷൻ ബിസിയാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 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 പെർട്ടിക്കുലർ ടൈം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് IFS ടൈം, ഇന്റർഫ്രെയിം സ്പേസ് എന്ന് പറയുന്നത്. IFS can also be used to define the priority of a station or a frame. Higher the IFS, lower its priority. So എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ളതിനാണ് ഇവിടെ IFS കൊണ്ട് മീൻ ചെയ്യുന്നത്. ബിസിയാന്ന് കണ്ടാൽ നമ്മൾ ആ പെർട്ടിക്കുലർ സ്റ്റേഷന് ഒരു IFS ഉണ്ടാവും, ഒരു ഇന്റർഫ്രെയിം സ്പേസ് ഉണ്ടാവും. അത്രയും സമയം അത് വെയിറ്റ് ചെയ്യും. സോ IFSന്റെ ലെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോറിറ്റി കുറവാണെന്ന് അർത്ഥം. ഓക്കെ, അതായത് വെയിറ്റിംഗ് ടൈം കൂടുണ്ട് അവിടെ. ദെൻ രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് കണ്ടൻഷൻ വിൻഡോ. എന്താ നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം ഡിവൈഡഡ് ഇൻ ടു സ്ലോട്ട്. ഇത് നമ്മൾ സമയമാണ് ഇവിടെ.
ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ടൈം ഡിവൈഡ് ഇൻ ടു സ്ലോട്ട്, ചെറിയ ചെറിയ സ്ലോട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക കണ്ടൻഷൻ എന്ന് പറയുന്നത്. എ സ്റ്റേഷൻ വിച്ച് ഈസ് റെഡി ടു സെൻഡ് ഫ്രെയിം ചൂസ് എ റാൻഡം നമ്പർ ഓഫ് സ്ലോട്ട് ആസ് വെയിറ്റ് ടൈം. അതായത് ഒരു സ്റ്റേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിലും അതൊരു റാൻഡം നമ്പർ ഓഫ് സ്ലോട്ട് അവിടെ വെറുതെ വെയിറ്റിംഗ് ടൈം ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അതാണ് കണ്ടൻഷൻ വിൻഡോ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തത് അക്നോളജ്മെൻറ്റ്. ഓൾറെഡി ഇതിലെല്ലാം നേരത്തെ പറഞ്ഞിലെല്ലാം ഉണ്ട്. അത് ദ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് ആൻഡ് ടൈം ഔട്ട് ടൈമർ ക്യാൻ ഹെൽപ്പ് ഗ്യാരണ്ടി എ സക്സസ്ഫുൾ ട്രാൻസ്മിഷൻ ഓഫ് എ ഫ്രെയിം. നമ്മൾ ഒരു പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈം ഔട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ 3 സ്ട്രാറ്റജിയാണ് കൊളിഷൻ അവോയ്ഡൻസിന് വേണ്ടി നമ്മൾ നോക്കുന്നത്. ഒന്ന് ഇന്റർഫ്രെയിം സ്പേസ്, കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചധികം സ്പേസ് അവിടെ വെയിറ്റ് ചെയ്യും. അതിൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച് IFSന്റെ ടൈം വൈഡ് ചെയ്യും. ദെൻ കണ്ടൻഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ റെഡി ആണെങ്കിൽ പോലും നമ്മളൊരു എക്സ്ട്രാ വെയിറ്റിംഗ് ടൈം കൊടുക്കും. അത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊളിഷൻ ഒന്നും കൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ സമയം നമുക്ക് ഡിലേ അവിടെ വരുന്നുണ്ട്. ദെൻ അക്നോളജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം സെൻഡ് ചെയ്യാന്നുള്ളൊരു മെക്കാനിസം, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ 3 സ്ട്രാറ്റജിയാണ് കൊളിഷൻ അവോയ്ഡൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഒരു വിക്ടോറിയൽ ലെഗറുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ടൈമിംഗ് ഇൻ സി. അപ്പോൾ ഇതാണ് നമ്മുടെ കരിയർ സമയമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സെൻസ് ചെയ്യുന്ന സമയത്ത് ബിസിയാണ്, കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്യാണ് നമ്മൾ, അല്ലേ? കരിയർ സെൻസിങ് ആണ് എന്തായാലും. സെൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ഒക്കെ ബിസിയാണ്. ഫൗണ്ട് ഐഡിയൽ, നമ്മൾ എപ്പോഴാണോ ഐഡിയൽ, അതായത് ഫ്രീ ആയിട്ട് കാണുന്നത്, നമ്മളെ ഈ സമയത്ത് എത്തിയപ്പം നമ്മളെന്തായി, നമ്മുടെ കരിയർ ഫ്രീ ആണ് നമ്മൾ കണ്ടു, സെൻഡ് ചെയ്യാനുള്ള ആൾ. സോ നമ്മളവിടെ എന്ത് ചെയ്യും, ഒരു IFS വിടും. അതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി അല്ലേ. IFS എന്നാൽ ഇന്റർഫ്രെയിം സ്പേസ് ആണ്. അവിടെ നമ്മളൊരു സ്പേസ് അവിടെ കുറച്ച് നേരം വിടും. അതായത് ഐഡിയൽ ആണെങ്കിൽ പോലും നമ്മൾ കൊളിഷൻ അവോയ്ഡ് ചെയ്യണം മാക്സിമം. സോ നമ്മളൊരു എക്സ്ട്രാ സമയം ഇവിടെ കുറച്ച് നേരം അവിടെ വിട്ടു, ഉണ്ടോ? ഈ സമയം ഗ്യാപ്പ് നമ്മൾ എക്സ്ട്രാ വിട്ടു. അതിനുശേഷം രണ്ടാമത്തെ സ്ട്രാറ്റജിയിൽ എന്താണ്, കണ്ടൻഷൻ വിൻഡോ. കണ്ടൻഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ സമയത്തിനെ സ്ലോട്ടാക്കിയാന്ന് പറഞ്ഞു. അതായത് കുറച്ചും കൂടെ സമയം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡാറ്റ അയക്കാതെ നമ്മൾ വെയിറ്റിംഗ് ടൈമിൽ ഇട്ട് വെക്കും. അപ്പം 1 2 3 4 5 6 7 ഏകദേശം ഒരു 8 സ്ലോട്ട് നമ്മൾ ഇവിടെ വിടുന്നുണ്ട്, അല്ലേ? സോ ബൈനറി എക്സ്പോണൻഷ്യൽ ആണ്, ബൈനറി 2ന്റെ പവറിലാണ് അത് ഉണ്ടാവുക സാധാരണ. സോ കണ്ടൻഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ അഗെയിൻ കുറച്ചും കൂടെ അധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഡാറ്റ ഐഡിയൽ മീൻസ് നമ്മുടെ കാരിയർ നമ്മൾ ഐഡിയലാന്ന് കണ്ടതിന് ശേഷം IFS വിട്ടതിന് ശേഷം നമ്മൾ പിന്നെയും കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് കൊടുക്കും. അതാണ് കണ്ടൻഷൻ വിൻഡോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഫ്രെയിം സെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഫ്രെയിം സെൻഡ് ചെയ്താൽ നമ്മൾ അവിടെ നിൽക്കുന്നത് ഒരു മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് എന്ത്, ടൈം ഔട്ട് എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ടൈം വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ടൈം ഔട്ടും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് സെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇത് വെച്ച് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഫ്ലോ ചാർട്ട് ഫോർ CSMA CA കൊളിഷൻ അവോയ്ഡൻസ്. ആദ്യം സ്റ്റാർട്ട്, നമ്മൾ മാക്സിമം കൊളിഷനൊക്കെ തൽക്കാലം ഒരു നമ്പർ കൊടുക്കുകയാണ്, K എന്നുള്ളത്. 0 കൊടുത്തു ഫസ്റ്റ്. ഐഡിയൽ ചാനൽ, നമ്മൾ ചാനൽ ചെക്ക് ചെയ്യും, സെൻസ് ചെയ്യും. നോ, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഓക്കെ, എപ്പോഴാണോ ചാനൽ ഐഡിയൽ ആവുന്നത് ആ സമയം നമ്മൾ ഫസ്റ്റ് സെൻഡ് ചെയ്യുന്നില്ല, അവിടെ എന്ത് ചെയ്യും, IFS ടൈം, വെയിറ്റ് ഫോർ IFS, ഇന്റർഫ്രെയിം സ്പേസിന് വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, കാരിയർ ഫ്രീ ആണോ എന്ന് നോക്കും. കാരണം അല്ലേ, വേറെ ആരെങ്കിലും ഓൾറെഡി സെൻഡ് ചെയ്തത് അവിടെ എത്തുന്നുണ്ടോ അല്ലേ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IFS എന്നുള്ള സമയം അവിടെ വിടുന്നത്. നേരത്തെ കൊളിഷൻ ഡിറ്റക്ഷനിൽ നമുക്ക് പറ്റിയത് അങ്ങനെയാണ്, അല്ലേ? എയും സിയും സെൻസ് ചെയ്തപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ A വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സീൻ്റെ അടുത്ത് എത്തിയത്, അല്ലേ? നേരത്തെ കണ്ടില്ലേ നിങ്ങൾ ആ ഫിഗറിൽ. അപ്പോൾ അവിടെ C സെൻസ് ചെയ്തപ്പം C T3 എന്നുള്ള സമയത്താണ് അത് ഒരു എൻ്റെ ഡാറ്റ അവിടെ കണ്ടത്. അപ്പം ആ ഒരു പ്രശ്നം കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെയിറ്റിംഗ് ടൈം ഫോർ IFC. സോ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഐഡിയൽ ആണോ ഇല്ല ടെസ്റ്റ് ചെയ്യും. നമ്മളെ കാരിയർ ഐഡിയൽ ആണോ ഇല്ല എന്ന് വേണ്ടി ടെസ്റ്റ് ചെയ്യും. ആ സമയത്ത് ഐഡിയൽ അല്ലെങ്കിൽ നമ്മൾ അഗെയിൻ ഈ സ്റ്റേജിലേക്ക് തന്നെ, ഫസ്റ്റ് സ്റ്റേജിലേക്ക് തന്നെ പോകും. ആ സമയത്തും ഐഡിയൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റാൻഡം നമ്പർ, നേരത്തെ പറഞ്ഞു വെയിറ്റിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? കണ്ടൻഷൻ ടൈം, അതിന് വേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ചൂസ് എ റാൻഡം നമ്പർ R ബിറ്റ്വീൻ 0 to 2^k-1. നമ്മൾ 2^k-1 ഒരു റാൻഡം ടൈം വെയിറ്റ് ചെയ്യും. സോ വെയിറ്റ് ഫോർ R സ്ലോട്ട്, അത്രയും ടൈം സ്ലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അവിടെ. അതാണ് സെക്കൻഡ് സ്ട്രാറ്റജി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ഫ്രെയിം. ആ സമയത്തിന് ശേഷം നമ്മൾ ഫ്രെയിം സെൻഡ് ചെയ്യും. സോ മാക്സിമം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് കൊളിഷൻ അവോയ്ഡ് ചെയ്യിപ്പിക്കുകയാണ്. സോ സെൻഡ് ഫ്രെയിം, ഇവിടെ സെൻഡ് ഫ്രെയിം നമ്മൾ സെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് ടൈം ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ടൈം ഔട്ട്, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു നമ്മളിവിടെ. ദെൻ അക്നോളജ്മെൻറ്റ് റിസീവ്ഡ്, നമ്മൾ ചെക്ക് ചെയ്യാൻ അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്തൊന്ന്. അക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ യെസ് സക്സസ് ആണ്. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ, അക്നോളജി കിട്ടിയിട്ടില്ല അതിനർത്ഥം
കൊളിഷൻ ഉണ്ടായി എന്നാണ് അർത്ഥം. സോ നമ്മൾ കെ = k+1, കെൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് കെൻ്റെ വാല്യൂ നമ്മളിവിടെ സെറ്റ് ചെയ്യാണ് 15. ഈ ഒരു കേസിൽ 15 ആണ്, 15 ടൈംസ് കൊളിഷനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ 15നെക്കാട്ടിലും കൂടുതലാണോ നോക്കുകയാണ്. 15 കൂടുതലാണെങ്കിൽ അബോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയി ഫസ്റ്റ് ഐഡിയലാണോ വേണ്ടി നോക്കും. എന്നിട്ട് ഇവിടുന്ന് നേരത്തെ ചെയ്ത പോലെ സ്റ്റാർട്ട് ചെയ്ത് വരും. സോ കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് കൊളിഷൻ അവോയ്ഡൻസിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അവിടെ ഒരു IFS ടൈം വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഡിലേ കൊടുക്കും, പിന്നെ വെയിറ്റിംഗ് ടൈം കൊടുക്കും, പിന്നെ അതിനുശേഷം ടൈം ഔട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ മാക്സിമം കൊളിഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തത് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോളാണ് കരിയർ മൾട്ടിപ്പിൾ ആക്സസ് കൺട്രോൾ ഉള്ളത്. സോ അതിൽ ബ്രീഫായിട്ട് വളരെ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, എന്താണെന്ന് ജസ്റ്റ് നോക്കി പോകുന്നുള്ളൂ. ഓക്കെ, in controlled access the station consult one another to find each station has the right to stand. Okay, so ഇവിടെ എല്ലാവർക്കും ഡാറ്റ അയക്കാനുള്ളൊരു അവകാശമുണ്ട് എല്ലാ സമയത്തും. ഓക്കെ, എ സ്റ്റേഷൻ cannot send unless it has been authorized by other stations. സോ ഒരു ഡാറ്റ ഒരു സ്റ്റേഷന് ഡാറ്റ അയക്കാണെങ്കിൽ അത് ബാക്കി എല്ലാവരെയും കൺസൾട്ട് ചെയ്യും. ആ ഡിവൈസ് ആ ഒരു മീഡിയത്തിൽ കൺട്രീറിലെ ബാക്കി എല്ലാ സ്റ്റേഷനെയും കൺസൾട്ട് ചെയ്യും. അയാൾ സെൻഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് കൺസൾട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും ഓതറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഓക്കെ അടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ പെർട്ടിക്കുലർ സ്റ്റേഷന് ഡാറ്റ അയക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അതായത് ABCD 4 ഡിവൈസ് ഉണ്ടെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ എന്ത് ചെയ്യും, ബിനെയും സിനെയും ഡിനെയും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും പെർമിഷൻ കിട്ടിയാലേ എന്ത് ചെയ്യുള്ളൂ, എന്നുള്ള ആൾ സ്റ്റേഷൻ അത് ഡാറ്റ സെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എ സ്റ്റേഷൻ cannot send unless it has been authorized by other stations. The 3 controlled access methods are, ഈ കൺട്രോളിങ്ങിന് വേണ്ടി 3 ആക്സസ് മെത്തേഡ്സ് നമ്മൾ റിസർവേഷൻ. സ്റ്റേഷൻ നീഡ് ടു മേക്ക് എ റിസർവേഷൻ ബിഫോർ സെൻഡിങ് ഡാറ്റ. നമുക്ക് എന്ത് ചെയ്യും, റിസർവേഷൻ നമ്മൾ ട്രെയിനിലൊക്കെ റിസർവ് ചെയ്യുന്ന പോലെ ആ കാരിയർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിസർവേഷൻ ഉണ്ടാക്കി വെക്കുക. ആ റിസർവ് ചെയ്ത സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ പെർട്ടിക്കുലർ സ്റ്റേഷന് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്തില്ല, ഒരേ സമയത്ത് രണ്ടാൾക്കാർക്ക് റിസർവേഷൻ കിട്ടില്ല. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കൊളിഷൻ ഒഴിവാക്കാം അല്ലേ. രണ്ടാമത്തത് പോളിംഗ് ആണ്. ഇവിടെ ഒരു സ്റ്റേഷൻ പ്രൈമറി ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. വൺ ആക്ട് ആസ് എ പ്രൈമറി സ്റ്റേഷൻ കൺട്രോളർ ആൻഡ് ദി അതർ ആസ് സെക്കൻഡറി സ്റ്റേഷൻ. സോ ഈ കൺട്രോളർ ഡിസൈഡ് ചെയ്യും ആര് ഡാറ്റ സെൻഡ് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെയാണ് പോളിംഗിൽ വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തത് ടോക്കൺ പാസിംഗ് ആണ്. അല്ലെ, നമ്മൾ ടോക്കൺ കിട്ടുന്നതനുസരിച്ച് പോകാമെന്ന് പറയും അല്ലേ. സാധാരണ നമ്മൾ ഡോക്ടറൊക്കെ എടുത്ത് പോയാൽ നമുക്ക് ടോക്കൺ കിട്ടും, അതേപോലെയാണ്. The station are connected logically to each other in form of a ring and access the station in governance by token. So ടോക്കൺ കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഡാറ്റ അയക്കുന്ന രീതി, അതാണ് ടോക്കൺ പാസിംഗ് മെക്കാനിസം. സോ ഇതിൽ പോളിംഗ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡീറ്റെയിൽ ആയിട്ട്. പോളിംഗ് പ്രോസസ് ഈസ് സിമിലർ ടു ദ റോൾ കോൾ പെർഫോം ഇൻ ക്ലാസ്. ജസ്റ്റ് ലൈക്ക് ദ ടീച്ചർ, എ കൺട്രോളർ സെൻഡ് ദ മെസ്സേജ് ടു ഈച്ച് നോഡ് ഇൻ നോഡ്. അതായത് ഇപ്പം ഒരു ക്ലാസ്സിൽ ടീച്ചർ ഞാനിപ്പം ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിന് ആൻസർ അല്ലേ റോൾ നമ്പർ 55 എന്ന് അറിയുമെന്ന് പറയാം ഞാൻ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ റോൾ നമ്പർ 55 പറയണമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാനാണ് അവിടെ ആ ഒരു പ്രൈമറി ഡിവൈസ് അല്ലേ, പ്രൈമറി പ്രോസസർ കൺട്രോളർ അല്ലെ കൺട്രോളർ എന്ന് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, റോൾ നമ്പർ 55 പറയാമെന്ന് പറയും. ആ 55 എന്നുള്ളത് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവും അല്ലേ, നിങ്ങളെല്ലാവരും കേൾക്കും. പക്ഷേ ആര് മാത്രമേ എനിക്ക് റീപ്ലൈ തരേണ്ടുള്ളൂ, റോൾ നമ്പർ 55 മാത്രമേ എനിക്ക് റീപ്ലൈ തരേണ്ടുള്ളൂ. ഇതേപോലെയാണ് ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഒരു കണക്ഷനിൽ ഒരു മീഡിയത്തിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാകും. അതിൽ ഒരാൾ പ്രൈമറി ആയിരിക്കും. അയാൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഡിവൈസിന് പെർമിഷൻ കൊടുക്കും, ഇന്ന ആൾ ഡാറ്റ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇൻ ദിസ് one act as a primary station, that means controller, and the other act as a secondary station. All data exchange must be made through controller. So data passing എല്ലാം through controller ആയിട്ട് means through controller കൂടെ മാത്രമേ ഡാറ്റ ട്രാൻസ്ഫറിങ് ഉണ്ടാവുന്നുള്ളൂ. The message sent by the controller contains the address of the node being selected for granting access. അല്ലേ, കൺട്രോളർ ഒരു മെസ്സേജ് അയക്കും, അതായത് ഡിവൈസ് എക്കാണ് സെൻഡ് ചെയ്യാന്നുള്ളത്. എന്നിട്ട് ഒരു കൺട്രോളർ ഒരു മെസ്സേജ് അയക്കുകയാണ്. അത് ആ ഡിവൈസിൽ ആ മീഡിയത്തിലുള്ള എല്ലാവർക്കും കിട്ടും. അതായത് ABCD ഒക്കെ ആ പെർട്ടിക്കുലർ മീഡിയത്തിൽ കണക്റ്റഡ് ആണെങ്കിൽ എല്ലാവർക്കും ഈ മെസ്സേജ് കിട്ടും. പക്ഷേ എ എന്നുള്ള ആൾക്ക് മാത്രമാണ് ഇത് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ എ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൽ പെർമിഷൻ കിട്ടുന്നുള്ളൂ. അതായത് ഡാറ്റ സെലക്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻ മീൻസ് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നുള്ളൂ. സോ although all nodes receive the message but the address one respond to it and send data if any. If there is no data, usually poll reject. അതായത് ഇപ്പം എ എന്നുള്ള ആളോട് ഡാറ്റ അയക്കാൻ വേണ്ടിയിട്ട് ഈ കൺട്രോളർ പറയുകയാണ്. അപ്പം എക്ക് ഡാറ്റ അയക്കാനുണ്ടെങ്കിൽ അയാൾ അത് സെൻഡ് ചെയ്യും, ബാക്കി എല്ലാവരും ഐഡിയലായി നിൽക്കും. പക്ഷേ എക്ക് ഡാറ്റ അയക്കാനുണ്ടെങ്കിൽ അയാളൊരു റിജക്റ്റ് ആക്ടോളമെൻറ്റ് നെഗറ്റീവ് ആക്ടോളമെൻറ്റ് സെൻഡർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, സോ ഈ രീതിയിലാണ് പോളിംഗ് വർക്ക് ചെയ്യുന്നത്.
So problem include high overhead of the polling message and high dependence on reliability of the controller. So പോളിങ്ങിന് വേണ്ടി കുറേ സമയം അധികം വേണ്ടി വരും അവിടെ അല്ലേ. പോൾ ചെയ്യാൻ വേണ്ടി ഒരാൾ വിളിക്കും, അത് കിട്ടിയിട്ട് വേണം അത് അയക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ത്രൂ കൺട്രോളോടെ ഇതെല്ലാം നടക്കുന്നുള്ളൂ. സോ ഇതാണ് പ്രൈമറി എക്ക് ഡാറ്റ അയക്കും, ഓക്കെ, പോൾ കൊടുക്കും, അത് നെഗറ്റീവ് ആക്നോളജ്മെന്റ് എടുത്താൽ അടുത്ത ആൾക്ക് പോൾ കൊടുക്കും, ഡാറ്റ അയക്കും, ആക്നോളജ്മെന്റ് എടുക്കും. സോ ഈ രീതിയിലാണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ പോളിംഗ് വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി എന്തെങ്കിലും സംശയം കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.